പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയിലെ എല്ലാ മാന്യശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലെ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതമായ സാക്ഷ്യവും ജീവിതാനുഭവവും വചനചിന്തകളുമായിട്ട് ഓരോ ദിവസവും നിങ്ങളോടൊപ്പം ആയിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കി തരുന്ന നല്ല അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇന്ന് അരോമ ടിവിയിലെ പ്രേക്ഷകരോടൊപ്പം ജീവിതാനുഭവങ്ങളും സാക്ഷ്യവും വചനചിന്തകളും ഒക്കെ പങ്കുവയ്ക്കുന്നതിന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കർത്താവിൽ അഭിഷിക്തിയായ ദാസി സിസ്റ്റർ സാറ തിബാഗർ നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. കർത്താവിന്റെ ദാസിയെ ഒരു വാക്കിൽ എനിക്ക് പരിചയപ്പെടുത്താൻ വളരെ സന്തോഷമുണ്ട്. ദീർഘവർഷങ്ങൾ രാമേശ്വരത്ത് കർത്താവിന്റെ മഹത്വമുള്ള ശുശ്രൂഷ ചെയ്ത് വേല തികച്ച് നിത്യതയിൽ വിശ്രമിക്കുന്ന കർത്താവിന്റെ അഭിഷിക്തൻ പാസ്റ്റർ എം പൗലോസ് അവറുകളുടെ മകളാണ് കർത്താവിന്റെ ദാസി സിസ്റ്റർ സാറ തിബാഗർ. ആമേൻ. ആ പ്രിയ സഹോദരി ഇന്ന് നമ്മോടൊപ്പം തന്റെ ജീവിതാനുഭവങ്ങൾ സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ നമുക്ക് എവർക്കും അത് വലിയൊരു അനുഗ്രഹമായി തീരേണ്ടതിന് നമുക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാം, കേൾക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. കർത്താവിന്റെ ദാസി സിസ്റ്റർ സാറ തിബാഗറിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയിലെ പ്രേക്ഷകരോടൊപ്പം സമയം ചിലവഴിക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൈസ് ലോർഡ് സിസ്റ്ററെ. പ്രൈസ് ലോർഡ് പാസ്റ്റർ. പ്രൈസ് ലോർഡ്. കർത്താവിന്റെ ദാസി അരോമ ടിവിയിലെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്താൻ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. തുടർന്ന് കർത്താവിന്റെ ദാസിക്ക് സംസാരിക്കാവുന്നതാണ്. എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്, വീട്ടിൽ ആരൊക്കെയുണ്ട്, കുട്ടി ചെറുപ്പകാലത്തെ ഓർമ്മകളും മാതാപിതാക്കന്മാരെ കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ സംസാരിക്കാനുള്ള സമയമാണ്. കർത്താവ് ചെയ്ത ഉപകാരങ്ങൾ, നടത്തിയ വഴികൾ, എല്ലാ കാര്യങ്ങളും സംസാരിക്കാനുള്ള അവസരമുണ്ട്. പ്രാരംഭമായിട്ടൊന്ന് പരിചയപ്പെടുത്താമോ? വീട്ടിൽ ആരൊക്കെയുണ്ട്? പാസ്റ്റർ, ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത് രാമേശ്വരം, തമിഴ്നാടിന്റെ ഏറ്റവും ലാസ്റ്റ് ശ്രീലങ്കയുടെ അടുത്താണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഒരു ഐലൻഡ് ആണ്. അവിടെ നിന്നാണ് ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത്. വീട്ടില് പപ്പ പാസ്റ്റർ പറഞ്ഞതുപോലെ നിത്യതയിലാണ് പപ്പ. അമ്മയും എനിക്ക് 2 ചേട്ടന്മാരും 3 ചേച്ചിമാരും ഒരു അനിയത്തിയും കൂടിയുണ്ട്. ഞങ്ങൾ മൊത്തം 7 പേരാണ്. ദൈവകൃപയാൽ പപ്പ 6 പേർക്കും കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. അങ്ങനെ ഞാനിപ്പം അമ്മയുടെ കൂടെ അമ്മയുടെ വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. എനിക്ക് 2 മക്കളും ഭർത്താവും ഞങ്ങള് ഉണ്ട്. കർത്താവിനെ പരിചയപ്പെടുത്തിയാൽ വളരെ സന്തോഷമുണ്ട്. എങ്ങനെയുണ്ട് രാമേശ്വരത്തെ പ്രവർത്തനങ്ങളൊക്കെ? ബുദ്ധിമുട്ട് തന്നെയാ. ഇവിടെ ഭയങ്കര ഹൈന്ദവ ആൾക്കാരുടെ ഇതാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലും പ്രാർത്ഥന കൊണ്ട് മാത്രമേ ഇവിടെ ജീവിച്ചു പോകുന്നതേ ഉള്ളൂ പാസ്റ്ററെ. 40-50 വർഷമായി ഇവിടെ. 40 വർഷമായി, ഷുവറായിട്ട് 40 വർഷമായി. അപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ്. മുള്ളിന്റെ ഇടയ്ക്കാണ് ശുശ്രൂഷ. ആകട്ടെ, മുള്ളുകളുടെ ഇടയിലെ താമര പോലെ കർത്താവ് നിങ്ങളെ നിർത്തിയിരിക്കുന്നു. കർത്താവ് പിന്നെയും ശക്തമായി ഉപയോഗിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആകട്ടെ, കർത്താവിന്റെ ദാസിക്ക് അരോമ ടിവിയിലെ പ്രേക്ഷകരോടൊപ്പം തുടർന്ന് സംസാരിക്കാനുള്ള സമയമാണ്. തുടർമാനമായിട്ട് സംസാരിക്കാം. ആമേൻ. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ ജനിച്ചത് വളർന്നതെല്ലാം തമിഴ്നാട്ടിലാണ്. അപ്പം എനിക്ക് കൂടുതലായിട്ട് മലയാളത്തിന്റെ ഒരു ഫ്ലുവൻസി ഇല്ല. അതുകൊണ്ട് എന്തെങ്കിലും വാക്കുകൾ തെറ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ആദ്യമായിട്ട് ഞാൻ അരോമ ടിവിക്ക് ഒരു നന്ദി പറഞ്ഞുകൊള്ളുന്നു. എനിക്കൊരു നല്ല ഒരു ഓപ്പർച്യൂണിറ്റി അവരെനിക്ക് എനിക്ക് ഓപ്പൺ ചെയ്ത് തന്നതുകൊണ്ട് ദൈവനാമം മഹത്വപ്പെടട്ടെ. ഞാൻ ചെറുപ്പത്തിലിരുന്ന് ഞാൻ പറഞ്ഞതുപോലെ ജനിച്ചത് വളർന്നതെല്ലാം ഇവിടെ തമിഴ്നാട്ടിലാണ്. അപ്പം എൻ്റെ ലൈഫില് ഞങ്ങൾ കണ്ടു വളർന്നതെല്ലാം ഈ തമിഴിയൻസ് ആൾക്കാരെ തന്നെയാണ് ഞങ്ങൾ കണ്ടു വളർന്നതെല്ലാം. ഞങ്ങൾക്ക് റിലേഷൻ എന്ന് പറയാൻ ആരുമില്ല. ബിക്കോസ് പപ്പയും അമ്മയും കേരളത്തിലിരുന്ന് മിഷണറികളായിട്ട് ഇവിടെ രാമേശ്വരത്തിലോട്ട് കടന്നു വന്ന്. സോ ബന്ധുക്കളോ ചാച്ചക്കാരോ അങ്ങനെ ആരും ഇല്ല. ഞങ്ങളുടെ കുടുംബം മാത്രമേ ഉള്ളൂ. ഒന്നിനും ഞങ്ങൾ സംസാരിച്ചോളാണ്. ഏത് വെക്കേഷൻ വന്നാലും ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ എവിടെയും അങ്ങോട്ടും ഇങ്ങോട്ടും എവിടെയും പോകത്തില്ലായിരുന്നു. സോ അതുകൊണ്ട് ഈ ദേശത്തിൽ തന്നെ അവർ അത്രത്തോളം പപ്പയും മമ്മിയും സ്നേഹിച്ച് ഞങ്ങളെ ഇവിടെ വെച്ച് ഈ ദേശത്തിൽ ഞങ്ങളും ഉരുവാകപ്പെടണം, ഈ ദേശത്തിൽ ഞങ്ങൾ നിലനിൽക്കണം എന്ന് ആ ഒരു പ്രത്യാശയോടെ ആ ഒരു എതിർപാർപ്പിന്റെ കൂടെയാണ് അവർ ഞങ്ങളെ ഇവിടെ വെച്ച് വളർത്തിയത്. സോ ദൈവം നല്ല എഡ്യൂക്കേഷൻ എനിക്ക് തന്നു. ദൈവകൃപയാൽ ഞാൻ ജനിക്കുന്ന മുമ്പൊക്കെ പപ്പയും മമ്മിയും ഒത്തിരി കഷ്ടപ്പെട്ടതാണ്. ഞാൻ ജനിച്ച ശേഷം ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വീടൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ആ ഒരു കഷ്ടപ്പാടുകളൊന്നും എനിക്ക് അറിയാൻ പറ്റിയില്ല. പക്ഷെ അതിന്റെ ശേഷങ്ങളുള്ള കാര്യങ്ങൾ
കാര്യങ്ങളെല്ലാം ഞാൻ വിസ്തരിച്ച് പറഞ്ഞുതരാം. അപ്പം എഡ്യൂക്കേഷൻ ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ തന്നെയാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് ഐ ഫിനിഷ് മൈ BSc നഴ്സിംഗ് ഇൻ ബാംഗ്ലൂർ. അങ്ങനെ ഞാൻ പഠിക്കുവാൻ ദൈവം ഇടയാക്കി. സോ അതിന്റെ ശേഷം എന്റെ മനസ്സിൽ ഉണ്ടായിരുന്നത്, ആദ്യം നമുക്ക് ഫാമിലിയിലുള്ളവർക്ക് വി നീഡ് ടു ബി വെരി ഹെൽപ്ഫുൾ. നമ്മൾ നാട്ടിലൊക്കെ എല്ലാവരും സഹായിക്കുന്നുണ്ട്, പക്ഷെ സ്വന്തം കുടുംബത്തിന് അപ്പം സമയം ചെലവഴിക്കാനോ നോക്കാനോ അവർക്ക് സമയം കിട്ടുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു നമ്മള് കുടുംബത്തിന്റെ കാര്യങ്ങൾ ആദ്യം നമുക്ക് നോക്കാം, പിന്നെ നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. ഒരു ചെറിയ ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിന് ഒരു പ്രാക്ടീസിന് മാത്രം പോയിട്ട് ഞാൻ പിന്നെ അത് നഴ്സിംഗ് ഫീൽഡിലോട്ട് ഞാൻ കൂടുതലായിട്ട് പോയില്ല. കുറച്ച് വർഷങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അതിന്റെ ശേഷം ഞങ്ങള് എന്റെ നഴ്സിംഗിന്റെ പഠിത്തമൊക്കെ കഴിഞ്ഞ ശേഷം കല്യാണമൊക്കെ കഴിഞ്ഞു. അപ്പം അവർ വന്ന് ജോലി ചെയ്യുമായിരുന്നു. അവർ സിവിൽ എഞ്ചിനീയർ ആയിരുന്നു. പാസ്റ്റർ ദിവാകർ ഒരു സിവിൽ എഞ്ചിനീയർ ആയിരുന്നു. പക്ഷെ ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ട് അവർ സിവിൽ എഞ്ചിനീയർ എല്ലാം സ്കിപ്പ് ചെയ്തിട്ടാണ് അവർ ദൈവവേലയ്ക്ക് വേണ്ടി വന്നത്. അങ്ങനെ ദൈവവേലയ്ക്ക് വന്നപ്പോൾ അവർക്ക് ദൈവം ഒരു ദർശനം കൊടുത്തു, രാജസ്ഥാനിൽ പോകാൻ വേണ്ടി. പക്ഷെ അവർക്ക് അറിയത്തില്ല രാജസ്ഥാൻ എവിടെയാ ഉള്ളതെന്ന്. അപ്പം എൻ്റെ അടുത്ത് അവര് 2 മാപ്പ് വാങ്ങിച്ചുകൊണ്ട് വന്നു, ഇന്ത്യ മാപ്പ് വാങ്ങിച്ചുകൊണ്ട് വന്നു, വേൾഡ് മാപ്പ് വാങ്ങിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് അവർ പറഞ്ഞു എവിടെയാ രാജസ്ഥാൻ ഉള്ളതെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, പപ്പ അത് ഇന്ത്യയിലാണ് ഉള്ളത്, അത് ഗുജറാത്തിന്റെ മുകളിലാണ് ഉള്ളതെന്നൊക്കെ ഞാൻ കാര്യങ്ങൾ പിന്നെയാണ് അവർക്ക് ഞാൻ പറഞ്ഞത്. സോ അതിന്റെ ശേഷം ഞങ്ങള് പ്രാർത്ഥനയിൽ ഇരുന്ന് ഡിസൈഡ് ചെയ്തു ഞങ്ങൾ രാജസ്ഥാൻ പോകണമെന്ന്. അങ്ങനെ മിനിസ്ട്രി ഫീൽഡിൽ വന്ന ശേഷം ദൈവം ഞങ്ങൾ ആദ്യമായിട്ട് അയച്ചത് രാജസ്ഥാനിലാണ്. അവിടെ സർട്ടൻ മന്ത്സ് ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളെ കെയർ ചെയ്യാൻ ദൈവം അവിടെ ആൾക്കാരെ ഏർപ്പെടുത്തി തന്നായിരുന്നു. അവർ ഞങ്ങളെ ശരിക്കും നന്നായിട്ട് ഞങ്ങളെ കെയർ ചെയ്യുകയും സ്പിരിച്വലായിട്ട് ഞങ്ങളെ വളർത്തുവാനും അവർ നല്ല ഹെൽപ്പ് ചെയ്തു ഞങ്ങൾക്ക്. അതിന്റെ ശേഷം ഞാൻ അവിടെ പോകുമ്പം എൻ്റെ കയ്യിൽ മൂത്തവൻ ഒരു 1.5 വയസ്സും ഞാൻ ഒരു 7-8 മാസമായിരുന്നു. അപ്പം വി കെയിം ബാക്ക് അഗൈൻ, ഞങ്ങൾ തിരിച്ചു വന്നു. ഡെലിവറിക്ക് വേണ്ടി നാട്ടിൽ വന്നപ്പം ഞാൻ പാസ്റ്ററിന്റെ അടുത്ത് പറഞ്ഞത്, ഞങ്ങൾക്ക് ചാർച്ചക്കാരോ ബന്ധുക്കൾ ആരെയും ഞങ്ങൾക്ക് കൂടുതലായിട്ട് അറിയത്തില്ല. ഞങ്ങളുടെ ദേശം എന്ന് പറഞ്ഞ രാമേശ്വരമാണ്. അങ്ങനെയാണ് ഞങ്ങൾ ജനിച്ച് വളർന്നത്. എപ്പോഴും വല്ലപ്പോഴും once a year ഞങ്ങൾ നാട്ടിൽ പോകും, അത്രേ ഉള്ളൂ. അല്ലാതെ മാക്സിമം വി വിൽ ബി ഇൻ രാമേശ്വരം ഓൺലി. അപ്പം അങ്ങനെ ഇരുന്നപ്പം അവിടെ പോയാലും ഞങ്ങൾക്ക് 1-2 ചാർച്ചക്കാരെ അറിയാം, അല്ലെങ്കിൽ ബന്ധുക്കളെ അറിയാം, അല്ലാതെ ഒത്തിരി ആൾക്കാരെ ഒന്നും അറിയത്തില്ല. പക്ഷെ ഞങ്ങൾ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ദൈവം ഞങ്ങളെ നോക്കി ആൾക്കാരെ വരുത്തിപ്പിക്കണം എന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആൾക്കാര് എന്റെ മൈൻഡിൽ എങ്ങനെ ഉണ്ടായിരുന്ന, തേൻ എവിടെ ഉണ്ടെങ്കിലും തേനീച്ച വന്നിരിക്കും. സോ നമ്മളുടെ അകത്ത് ദൈവത്തിന്റെ ആത്മാവ് ഉണ്ടെങ്കിൽ ആത്മാവിനെ ആവശ്യപ്പെടുന്നവര് നമ്മളെ നോക്കി വരും എന്ന് ഞങ്ങൾ ശക്തമായിട്ട് വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി പാസ്റ്ററെ. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ശേഷം തമിഴ്നാട്ടിലിരുന്നും കേരളത്തിലിരുന്നും ഒത്തിരി ആൾക്കാർ 1 by 1 ആയിട്ട് വരാൻ തുടങ്ങി. ആദ്യം വന്ന് ഒരു പിശാച് ഇളകി മാറി. അവര് പോയ ശേഷം 4-5 കുടുംബങ്ങൾ അവർ കൊണ്ടുവന്ന് ഇങ്ങനെ ഡെയിലി. ആക്ച്വലി അപ്പം ഞാൻ ഡെലിവറിക്കാണ് വീട്ടിൽ ഇവിടെ വന്നത്. അപ്പം ഒരു 1.5 ആഴ്ച അല്ലെങ്കിൽ 2 ആഴ്ചയെ ആയി കാണും ആൾക്കാർ ഇങ്ങനെ വരാൻ തുടങ്ങിയപ്പം. പിന്നെ എനിക്ക് അവിടെ ഡെലിവറിയുടെ സിസേറിയൻ ആയിരുന്നു. അമ്മ പറഞ്ഞു, മോളെ നീ ഒത്തിരി എഫോർട്ടൊന്നും എടുക്കല്ലേന്ന്. പക്ഷെ ആൾക്കാർ ഇങ്ങനെ വരുന്നത് കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാനോ അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനോ ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ദൈവവേലയ്ക്ക് വേണ്ടിയിട്ട് മമ്മിയും പപ്പയൊക്കെ പെടാതെ കഷ്ടമല്ല ഇതൊക്കെ ഒന്നെന്ന് പറഞ്ഞ് അമ്മയൊക്കെ പ്രസവിച്ച് 1 മാസത്തിൽ പിള്ളേയും കയ്യിൽ തൂക്കിക്കൊണ്ട് ദൈവവേലയ്ക്ക് പോയതാ. അപ്പൊ അവരെ കണ്ടു പഠിച്ചതല്ലേ നമ്മളും. അപ്പൊ ഞാൻ പറഞ്ഞു, ദൈവം എല്ലാം നോക്കിക്കോളും അമ്മ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥനയൊക്കെ ഇതായപ്പോ അവര് അവിടെ വരുന്ന കൂട്ട ആൾക്കാർ തന്നെ പറഞ്ഞു, നിങ്ങൾക്ക് പ്രാർത്ഥന തുടങ്ങണം, ഞങ്ങളെല്ലാം റെഗുലർ ആയിട്ട് ഇവിടെ തന്നെ വരാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ദൈവകൃപയാൽ ഞങ്ങൾ ഒരു ദിവസം നിർണയിച്ച് അങ്ങനെ പ്രാർത്ഥന കൂട്ടി. ആദ്യത്തെ പ്രാർത്ഥനയ്ക്ക് തന്നെ ഒരു 45 പേരും ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് ഞങ്ങൾ പ്രാർത്ഥന തുടങ്ങിയപ്പോ അത് ഞങ്ങൾക്കൊരു വലിയ ഉത്സാഹമായിരുന്നു. നമ്മൾ ഇത്രത്തോളം നമ്മൾ അറിയാത്ത ഒരു സ്ഥലമാണ്. ഞങ്ങൾക്ക് അറിയുന്നത് തമിഴ്നാടാ. പക്ഷെ ഞങ്ങൾ അറിയാത്ത സ്ഥലത്തിൽ പോയി ഇരുന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച് ദൈവം ഓരോ ആൾക്കാരായിട്ട് ദൈവമായിട്ട് കൂട്ടിച്ചേർത്തതാണ്. ആ ജനങ്ങളെ പിന്നെ ഒന്നിച്ചു കൂട്ടി ഞങ്ങൾ പ്രാർത്ഥന നടത്തിയപ്പം വളരെ സന്തോഷമായിരുന്നു. അതിന്റെ ശേഷം ഞങ്ങൾ തീരുമാനിച്ചു അവിടെ തന്നെ
ഞങ്ങളുടെ എന്റെ അമ്മയുടെ ചേട്ടന്റെ മോൻ അവിടെ ശുശ്രൂഷ ചെയ്യുന്നുണ്ടായിരുന്നു. അവര് പ്രവാചകരായിട്ട്. അപ്പം അവരായിട്ട് ഞങ്ങൾ സംസാരിച്ചു. അവരുടെ കൂടെ ഞങ്ങൾ പ്രവർത്തനം ചെയ്യുവാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഞങ്ങൾ അവരുടെ കൂടെ പ്രവർത്തനം ചെയ്യുമ്പോൾ തന്നെ പപ്പ ഞങ്ങളുടെ കൂടെ വരും. ഇടയ്ക്ക് പപ്പയ്ക്ക് ദൈവം കേരളത്തിന്റെ ഒരു വിഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം കേരളത്തിലെ വിഴിഞ്ഞം തൊട്ട് കോവളം വരെ ഉള്ള ബീച്ച് ഏരിയ എല്ലാം ദൈവവേല ചെയ്യണം എന്ന് പറഞ്ഞ് ഒരു വിഷൻ ദൈവം കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ സെർട്ടൻ മന്ത്സ് ഞങ്ങള് പപ്പയുടെ കൂടെയും അവിടെ ഉള്ള ആൾക്കാരുടെ കൂടെയും പരിചയപ്പെട്ട് ഇവിടെ നിന്ന് ടീമുകളൊക്കെ കൊണ്ടുപോയി. അങ്ങനെ ഞങ്ങൾ കുറെ മാസങ്ങൾ അവിടെ ശുശ്രൂഷിക്കുവാൻ ദൈവം ഇടയാക്കി. അങ്ങനെ അതിന്റെ മുഖാന്തരമായിട്ടും കൂടി ചില ഇടങ്ങളിൽ ഓപ്പൺ എയർ ആയിട്ടാണ് നമ്മൾ നടത്തിയത്. അപ്പോഴൊക്കെ കുറെ പ്രശ്നങ്ങളും ആൾക്കാർ വന്ന് തല്ലലും മുന്തലൊക്കെ ചെയ്തു. അപ്പം ചേട്ടനെയാണ് അടിക്കാൻ വന്നത്. അപ്പം പപ്പ കുറുക്കെ കയറി വന്ന് അവനെ അടിക്കരുത്, നിങ്ങൾ എന്തായാലും എന്നെ ചെയ്തോളണം എന്നൊക്കെ പറഞ്ഞ് പപ്പ ഒരു നല്ല ഒരു ഷെപ്പേർഡായിരുന്നു. ഞങ്ങൾ എല്ലാവരെയും പ്രൊട്ടക്ട് ചെയ്ത് മിനിസ്ട്രി ഫീൽഡിൽ ഏത് കഷ്ടം വന്നാലും പപ്പയാണ് ആദ്യമായിട്ട് ചെന്ന് അതിനെ ഫേസ് ചെയ്യുന്നത്. പുറകെ ഇരിക്കുന്ന ഞങ്ങൾക്ക് ആർക്കും ഒരു ഡിസ്റ്റർബൻസ് ആകരുത്, ഞങ്ങൾ അതിലിരുന്ന് ഒരു മുഷിയരുത് എന്നൊക്കെ പറഞ്ഞ് പപ്പയ്ക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളെ നന്നായിട്ട് ഗൈഡ് ചെയ്തു. പാസ്റ്റേഴ്സ് എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്ത് ആ ഏരിയയെ മൊത്തം ഞങ്ങൾ കവർ ചെയ്യാൻ തക്കവണ്ണം, ടീം വർക്ക് ചെയ്യാൻ തക്കവണ്ണം പപ്പ ഞങ്ങൾക്ക് നല്ല ഗൈഡൻസ് തന്നു. അങ്ങനെ ഈ ഗൈഡൻസിന്റെ മുമ്പ് ആദ്യം നമ്മൾ ഇവിടെ രാമേശ്വരത്തിൽ തന്നെ ഞങ്ങൾക്ക് വന്ന് ഇവിടെ ഒരു വിഷൻ പപ്പയ്ക്ക് ദൈവം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ചെറുപ്പത്തില് എങ്ങനെയെന്ന് വെച്ചാല് രാമേശ്വരം മൊത്തം ജീസസിന്റെ ഒരു പിക്ചർ ബുക്ക് ഉണ്ടായിരുന്നു. ആ ബുക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ് പപ്പയ്ക്ക് ദൈവം ഒരു വിഷൻ കൊടുത്തു. അങ്ങനെ അതിന്റെ രീതിയായിട്ട് ഞങ്ങളുടെ ചർച്ചിലുള്ളവർ തന്നെ ഓരോ സെക്ഷനായിട്ട് പിരിഞ്ഞ് ഞങ്ങൾ ഓരോ ഏരിയയിൽ പോയി. അതിന്റെ മുഖാന്തരമായിട്ട് എനിക്ക് കിട്ടിയ സ്ലോട്ട് രാമേശ്വരമാണ്, ടെമ്പിൾ ഏരിയ. അപ്പം പപ്പ പോകുമ്പോൾ തന്നെ പറഞ്ഞു, മോളെ എന്ത് വേണമെങ്കിൽ നടക്കും, നീ എന്തിനു വേണമെങ്കിലും പ്രിപ്പയർ ആയി പോയിക്കോളണമെന്ന്. ഞാൻ പറഞ്ഞു ഓക്കെ പപ്പ, നമ്മൾ പ്രിപ്പയർ ആയിക്കോളാം, എന്ത് നടന്നാലും ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന്. അപ്പൊ ഞങ്ങളുടെ ടീമിൽ ഒരു 7-8 പേരുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഓരോ വീടുകളായിട്ട് ഞങ്ങൾ ആ ബുക്ക് അങ്ങ് കൊടുത്തു വരികയായിരുന്നു. അപ്പം പീപ്പിൾ അവിടുത്തെ ഓർത്തഡോക്സ് ആയി ഹിന്ദു പീപ്പിൾ അറിയാലോ, അവര് ഞങ്ങളെ ഫോളോ ചെയ്യാൻ തുടങ്ങി. ഫോളോ ചെയ്തിട്ട് നിങ്ങൾ ഇതൊക്കെ എന്തൊക്കെയാ നിങ്ങൾ കൊടുക്കുന്നത്, ഇതൊന്നും ഇവിടെ ഒന്നും കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി ഞങ്ങളെ പിടിച്ച് അവിടുത്തെ രാമേശ്വരം പോലീസ് സ്റ്റേഷനിൽ ഞങ്ങളെ ഇരുത്തിയിട്ട് പറഞ്ഞു, ഞങ്ങൾ വിടത്തില്ല നിങ്ങളെ, ഇത്രയും ചെറിയ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യാൻ തുടങ്ങിയെങ്കിൽ ഇനി പോകെ നിങ്ങൾ ഇതിനെക്കാട്ടിൽ കൂടുതൽ ചെയ്യും, ഇപ്പോഴേ നിങ്ങളെ ഞങ്ങൾ കൺട്രോൾ ചെയ്താലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ ഒത്തിരി അവര് മിരട്ടി. അപ്പം ഞങ്ങളുടെ കൂടെ വന്ന ആൾക്കാര് പപ്പേനെ വിളിച്ചു പറഞ്ഞതും വിത്തിൻ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം പപ്പ അവിടെ വന്ന് അവിടെ പോലീസിനെ കോംപ്രമൈസ് ഒക്കെ ചെയ്ത്. അത് എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്, പോലീസ് സ്റ്റേഷനിൽ കയറുന്ന ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. പപ്പ എപ്പോഴും പറയും, ആദ്യം ഒരു എക്സ്പീരിയൻസ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ നോ പ്രോബ്ലം എന്നാണ് പപ്പ പറയുന്നത്. സോ ആ എക്സ്പീരിയൻസ് കിട്ടിയ ശേഷം ഐ ഫീൽ ഓക്കെ, ദിറ്റ്സ് ഓൾ. ദൈവത്തിന് വേണ്ടി നമ്മൾ കടന്നു പോകുന്ന ഓരോ പാതകളും ദാറ്റ് ഈസ് എ ഗുഡ് എക്സ്പീരിയൻസ് ഫോർ അസ്. നമുക്ക് ദൈവത്തെ കുറിച്ച്, യേശു നമുക്ക് വേണ്ടി എത്രയോ പാടുപെട്ട്, നമുക്ക് അതിന് ഒരു ചെറിയൊരു പങ്കുമായിട്ട് നമ്മൾ ആ ഒരു കഷ്ടം നമുക്ക് സഹിക്കാൻ പറ്റിയല്ലോ എന്നുള്ള ഒരു സന്തോഷം ഉണ്ടായിരുന്നു. ബിക്കോസ് അമ്മയും പപ്പയും ഈ ദേശത്തിൽ വന്ന് ഇഷ്ടം പോലെ അമ്മയ്ക്ക് കുതിരയൊക്കെ ഇട്ട് അടിച്ച് പല്ലൊക്കെ ഉടച്ചതാണ്. പപ്പയെ 14 പ്രാവശ്യം അടിച്ചിട്ടുണ്ട്, ഒത്തിരി പീഡനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാലും ഈ ക്രിസ്തുവിന് വേണ്ടിയിട്ടും ക്രിസ്തുവിന്റെ സ്നേഹത്തിന് വേണ്ടിയിട്ടും അവരിവിടെ ഈ മിഷൻ ഫീൽഡിൽ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വളർന്നു വരുന്ന നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ കണ്ട് നമ്മൾ ക്ഷീണിച്ചു പോകുന്നതല്ല, നമ്മൾ അതൊരു സ്റ്റെപ്പായിട്ട് എടുത്ത് മുകളിലോട്ട് ഉയർന്നു പോകണം എന്നുള്ള ഒരു ചിന്തയോട് അടുത്തടുത്ത കാര്യങ്ങളോട്ട് ഞങ്ങൾ മിനിസ്ട്രി ഫീൽഡിൽ തന്നെ അടുത്തടുത്ത കാര്യങ്ങളോട്ട് ഞങ്ങൾ മുൻവെച്ച് പോയി. ഞങ്ങളുടെ ടാലന്റ് എല്ലാം ഇവിടെ രാമേശ്വരത്ത് വെച്ച് തന്നെ അവര് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളെ വർഷിപ്പിൽ ഉപയോഗിക്കുകയോ, ഞങ്ങൾക്ക് ഇവിടെ VBS ഒരു ഗ്രാൻഡ് ആയിട്ട് ഞങ്ങൾ എടുക്കും, വെക്കേഷൻ ബൈബിൾ സ്കൂള്. ഓരോ ഏരിയ ആയിട്ട് വെക്കേഷൻ നടത്തിയിട്ട് ലാസ്റ്റ് ദിവസം എല്ലാരും ഞങ്ങളുടെ മെയിൻ ക്യാമ്പസിൽ കൊണ്ടുപോകും. അപ്പൊ നിയർലി 2000 സ്റ്റുഡൻസിന്റെ അടുത്ത് ഞങ്ങൾക്ക് വെക്കേഷൻ ബൈബിൾ സ്കൂളിൽ വരും ഈ മെയ് മാസം മാത്രം. അപ്പം അങ്ങനെ എനിക്ക് ഒരു സെക്ഷൻ എനിക്ക് ഡയറക്ടറായിട്ട് എനിക്ക് തരികയും ഞാൻ ഒരു ഇയറിൽ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുകയും അങ്ങനെയൊക്കെ എനിക്ക് നല്ല ഓപ്പർച്യൂണിറ്റി തരുമായിരുന്നു. സോ ക്രിസ്തുവിന്റെ ഇതില് നമ്മൾ ഈ പാസ്റ്ററുടെ ഫാമിലിയിലായിരുന്നാലും
പോലും ബേസിക്കിലിരുന്നേ ഞങ്ങളെ ഓരോ കാര്യത്തിലും ഞങ്ങളെ വളർത്തിയത് കൊണ്ട് മാത്രമാണ് ഇപ്പൊ ഞങ്ങൾക്ക് ഈ സ്റ്റാൻഡിൽ നിൽക്കാൻ ഞങ്ങൾക്ക് പറ്റിയത്. സോ കേരളത്തിൽ പോയപ്പോൾ പോലും ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് ചിൽഡ്രൻസ് മിനിസ്ട്രി ഞങ്ങൾ ചെയ്തു. ഞാനും എന്റെ ഹസ്ബൻഡായിട്ട് ചിൽഡ്രൻസ് മിനിസ്ട്രി ചെയ്തു. എന്നിട്ട് ഞങ്ങൾ എല്ലാ മിനിസ്ട്രിയും, ഔട്ട്റീച്ച് മിനിസ്ട്രി ആയിക്കോട്ടെ, എല്ലാ മിനിസ്ട്രിയിലും ഞങ്ങൾ പപ്പയുടെ കൂടെ ഫുൾ ഇൻവോൾവ്മെന്റ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ വെളിയിൽ, പിന്നെ ദൈവം ഞങ്ങൾ എങ്ങനെ ഓരോ സ്ഥലത്തിലും ഉയർത്താൻ തുടങ്ങി, ഓരോ സ്ഥാനങ്ങളിൽ ദൈവം ഞങ്ങളെ കൊണ്ടുപോകാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പം ഓരോ കൺവെൻഷനിൽ അങ്ങനെയൊക്കെ സംസാരിക്കാനൊക്കെ ദൈവം എനിക്ക് ഇടയാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം ദൈവനാമ മഹത്വത്തിന് വേണ്ടിയിട്ട് മാത്രമാണ്. എത്രത്തോളം നമ്മൾ ദൈവസമൂഹത്തിൽ താഴ്ന്നു കൊടുക്കുന്നോ, ദൈവസമൂഹത്തിൽ വിനയമാക്കി കൊടുക്കുന്നോ, അത്രത്തോളം ദൈവം ഞങ്ങളെ തീർച്ചയായിട്ടും നമ്മളെ ഉപയോഗിക്കും. ദൈവം ഞങ്ങളെ ഉപയോഗിച്ചു. അതാണ് യഥാർത്ഥമായ ഒരു വിഷയം. അതിന്റെ ശേഷമായിട്ട് എന്റെ ലൈഫിൽ പറയണമെങ്കിൽ ഞാൻ ചെറുപ്പത്തിലേ മരിച്ചു പോകേണ്ട ഒരാളാണ്. നമ്മളുടെ പപ്പയുടെ മിഷനറി ചാലഞ്ച് എന്ന് പറയുന്ന ഒരു ബുക്കിൽ ഉണ്ട്. എന്റെ ചേട്ടൻ അമേരിക്കയിൽ പോയിട്ട് റിട്ടേൺ 2 ഇയേഴ്സ് കഴിഞ്ഞ് റിട്ടേൺ വരുന്ന സമയം ഞങ്ങളെല്ലാം റിസീവ് ചെയ്യാൻ പോയതാണ്. മൂത്ത ചേട്ടൻ ബില്ലി ഗ്രഹാം എന്ന് പറയുന്ന ചേട്ടൻ, ഞങ്ങൾ ഫാമിലി ആയിട്ട്, അതാണ് ഫസ്റ്റ് എക്സ്പീരിയൻസ് അമേരിക്കയിൽ പോകുന്ന ചേട്ടൻ. അപ്പം എല്ലാവരും ഭയങ്കര സന്തോഷത്തോട് റിസീവ് ചെയ്യാൻ പോയിട്ട്, റിസീവ് ചെയ്തിട്ട് റിട്ടേൺ വന്നോണ്ടിരിക്കുമ്പം ഞങ്ങളുടെ വണ്ടി ആക്സിഡന്റിൽ മെറ്റായി. അപ്പം പോയ വണ്ടീന്റെ ഒരു സൈഡ് മൊത്തം ഇല്ല, ഒരു സൈഡ് മൊത്തം ഇല്ല. അതില് സത്യം പറഞ്ഞ അന്ന് എല്ലാരും അന്ന് മരിക്കേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷെ അതിൽ എനിക്ക് മാത്രം ഇവിടെ ഒരു 6 സ്റ്റിച്ചിങ് ഇട്ടിട്ടുണ്ട്. ബാക്കി ആർക്കും ഒരു കുഴപ്പമില്ലാതെ, ഒരു ദോഷവും ഇല്ലാതെ തമ്പുരാൻ എല്ലാരെയും കാത്തു സൂക്ഷിച്ചു. അതൊരു വലിയൊരു അത്ഭുതമാണ്. അത് കഴിഞ്ഞിട്ടുള്ള ഓരോ പീരീഡും ഞാൻ ചിന്തിക്കാറുണ്ട്, ഇത്രയും വലിയൊരു ആക്സിഡന്റ് നടന്നിട്ട് ദൈവം എന്തുകൊണ്ട് എന്നെ അതിലിരുന്ന് രക്ഷിച്ചത്. ആ ഒരു സിറ്റുവേഷനിൽ വണ്ടിയുടെ ഒരു സൈഡേ ഇല്ല, ടോട്ടലി ആ ഒരു സൈഡ് മൊത്തം അതിൽ ഡാമേജ് ആയി പോയി. അപ്പം അങ്ങനെ വണ്ടി കണ്ടാ പറയും, ആരും ഇവിടെ ഈ വണ്ടിയിൽ ഇരുന്നവർ ആരും രക്ഷപ്പെട്ട് കാണത്തില്ല എന്നേ പറയുള്ളൂ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പോലും തമ്പുരാൻ എന്നെ സൂക്ഷിച്ച്, എന്നെ കാത്ത്, ദൈവവേലയ്ക്ക് വേണ്ടിയിട്ട്, തീർച്ചയായിട്ടും ഐ വിൽ ടെൽ, ദൈവവേലയ്ക്ക് വേണ്ടിയിട്ടായിട്ട് ദൈവം കണ്ടതുകൊണ്ട് മാത്രം ദൈവം എന്റെ ജീവനെ തിരിച്ച് എനിക്ക് തരുവാൻ ഇടയായി. ഫിലിപ്പിയർ 1:5 പറയുന്നുണ്ട്, നമ്മൾ ജനിക്കുന്ന മുമ്പേ തമ്പുരാൻ നമ്മളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നിർണയിച്ചിട്ടുണ്ടെന്ന്. അപ്പം ഈ ദൈവ ഇഷ്ടം, ദൈവ ആഗ്രഹങ്ങളും ദൈവത്തിന്റെ പ്ലാനും എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ദൈവം എനിക്ക് ജീവനെ തന്ന് പിന്നെയും ദൈവവേല ചെയ്യുവാനും ദൈവനാമ മഹത്വത്തിന് വേണ്ടിയിട്ട് ഓടുവാനും ദൈവം എനിക്ക് സഹായിച്ചു. അങ്ങനെ ഞങ്ങൾ കേരളത്തിലെ മിനിസ്ട്രിയിലായിരുന്നു. അത് ആ മിനിസ്ട്രിയിലായിരിക്കുമ്പോൾ തന്നെ ഒത്തിരി, ഞാൻ പറഞ്ഞതുപോലെ ഒത്തിരി ഇടങ്ങളിലൊക്കെ പോകുവാനും ഫാമിലി ആയിട്ട് തന്നെ ഞങ്ങൾ മിനിസ്ട്രി ചെയ്യുവാനും, പാസ്റ്ററിന് കുറച്ച് സമയം, എനിക്ക് കുറച്ച് സമയം, അങ്ങനെ റെസ്റ്റ് ഇല്ലാതെ ഒരു മിനിസ്ട്രി ദൈവം ഞങ്ങൾക്ക് അവിടെ തന്നായിരുന്നു. അതിന്റെ ശേഷം പപ്പയും അമ്മയും ഇടയ്ക്ക് സിക്കാകുവാൻ ഇടയായി. അമ്മയ്ക്ക് ഹാർട്ടില് പേസ് മേക്കർ വെക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. അപ്പം അതിന്റെ രീതിയായിട്ട് അവർ കേരളത്തിൽ വന്നു. അങ്ങനെ അവർക്ക് ഒരു 3 മാസം അവരുടെ കെയർ കൊടുക്കാനും, പിന്നെ പപ്പയ്ക്ക് ആൻജിയോപ്ലാസ്റ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അതും കേരളത്തിൽ കിംസിലാണ് ചെയ്തത്. അങ്ങനെ പപ്പയും അവിടെ വെച്ച് കെയർ ചെയ്യുവാനും ദൈവം ഇടയാക്കി. അതിന്റെ ശേഷം ഇവർക്ക് ഈ 2 പേർക്കും ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് ഞാൻ വിചാരിച്ചു, ഓക്കെ ദെൻ ഐ നീഡ് ടു കം ഹിയർ, അവരെ ടേക്ക് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് രാമേശ്വരത്തിൽ വന്ന കൊള്ളാമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അവരായിട്ട് തന്നെ, പാരന്റായിട്ട് തന്നെ എന്നെ വിളിക്കുവാനും വന്ന് അവരെ നോക്കാനും അതിന്റെ കൂടെ അവരുടെ റെസ്പോൺസിബിൾ ആയ കാര്യങ്ങളും കൂടി കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഇവിടെ വിളിക്കുവാനിടയായി. അങ്ങനെ ഞാനും എന്റെ മക്കളുമായിട്ട് ഞങ്ങൾ ഇവിടെ രാമേശ്വരം കടന്നു വന്നു. ഇവിടെ കടന്നു വന്ന് ഇവരുടെ പപ്പയുടെ മമ്മിയുടെ ഹെൽത്ത് കാര്യവും അതിന്റെ കൂടെ ഇവർക്ക് സ്വന്തമായിട്ട് സ്കൂളുണ്ട്. അപ്പം മമ്മിക്ക് സ്വന്തമായിട്ടുള്ള മമ്മിയാണ് കറസ്പോണ്ടന്റ്. പപ്പ എല്ലാ നമ്മളുടെ ട്രസ്റ്റിന്റെ എല്ലാത്തിനും പപ്പ പ്രസിഡന്റ് ആയിരുന്നു. അങ്ങനെ മമ്മി കറസ്പോണ്ടന്റ് ആയതുകൊണ്ട് അവരുടെ റെസ്പോൺസിബിൾ ആയിരിക്കുന്ന സ്കൂളിൽ ഞാൻ അഡ്മിൻ ആയിട്ട് ജോയിൻ ചെയ്ത് അവരുടെ സ്കൂളിന്റെ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യാൻ ദൈവം ഇടയാക്കി. ഞാൻ അതിൽ പറയാൻ വരുന്നത്, ഞാൻ
ചിൽഡ്രൻസ് മിനിസ്ട്രി ചെയ്തത് കൊണ്ട് കൂടുതലായിട്ട് ഈ പിള്ളേരെയും കൂടി കൈകാര്യം ചെയ്യുവാൻ അത് എനിക്ക് ഒത്തിരി ഇടയായി. നമ്മളുടെ മോട്ടോ എന്താന്ന് വെച്ചാല് നമ്മളുടെ സ്കൂളിൽ പഠിക്കുന്നവരെല്ലാവർക്കും ദൈവത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞിരിക്കണം. സോ ബിക്കോസ് ഞങ്ങളുടെ സ്കൂളിൽ എല്ലാ ടൈപ്പായ പിള്ളേരും പഠിക്കുന്നുണ്ട്, എല്ലാ മതപ്പെട്ട പിള്ളേരും ഉണ്ട്. ഞങ്ങൾ ഡെയിലി മോർണിംഗ് പ്രെയർ ഉണ്ട്. ടീച്ചേഴ്സ് മാക്സിമം ഞങ്ങൾ സെലക്ട് ചെയ്യുന്ന നമ്മളുടെ ആൾക്കാരായിരിക്കണം, എന്നാലേ പ്രാർത്ഥനയോട് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. ആൾറെഡി ഞാൻ പറഞ്ഞ പോലെ ഇത് ഓർത്തഡോക്സ് ആയ ഒരു ഏരിയയാണ്. അപ്പം ഇവിടെ ഞങ്ങൾ വിത്ത്സ്റ്റാൻഡ് ആയി ഇവിടെ ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്തു പോണെങ്കിൽ ദൈവ കൃപ ഇല്ലാതെ നമുക്ക് ചെയ്യാനേ പറ്റത്തില്ല. അപ്പം അങ്ങനെ നമ്മളെ പോലത്തെ പ്രാർത്ഥിക്കുന്നവരും പള്ളിയിൽ പോകുന്ന ഇങ്ങനെ ആൾക്കാർക്കാണ് ഞങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്ത് ഞങ്ങൾ അകത്ത് എടുക്കുന്നതും. അങ്ങനെ ഞങ്ങൾ ഇവിടെ എവറി മോർണിംഗ് ടീച്ചേഴ്സ് പ്രെയർ ഉണ്ട്. എവറി മന്ത്ലി വൺസ് ഞങ്ങൾക്ക് ഇവിടെ വന്ന് ഫാസ്റ്റിംഗ് പ്രെയർ ഉണ്ട്. സോ ഞങ്ങൾ എല്ലാ പാരന്റ്സിന് വേണ്ടിയിട്ടും സ്റ്റുഡൻസിന് വേണ്ടിയിട്ടും ഞങ്ങളുടെ സ്കൂളിന്റെ കാര്യത്തിന് വേണ്ടിയിട്ടും ഓരോ സ്റ്റാഫിന്റെ ലിസ്റ്റുകളായിട്ട് ഇങ്ങനെ ഞങ്ങൾ കുറെ വിഷയങ്ങളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം വലിയ വലിയ അത്ഭുതങ്ങൾ ഓരോ സ്റ്റാഫിന്റെ കുടുംബങ്ങളിലും പാരന്റ്സിന്റെ കുടുംബങ്ങളിലും ചെയ്യുന്നുണ്ട്. അത് ഞങ്ങൾ 2 months 3 months once പാരന്റ്സ് മീറ്റിംഗ് വെക്കുമ്പോൾ ചില സാക്ഷിയായിട്ട് തന്നെ വന്ന് മുമ്പ് നിന്ന് പറഞ്ഞിട്ടുമുണ്ട്, ഞങ്ങൾക്ക് വേണ്ടി ഇവര് പ്രാർത്ഥിച്ച് ദൈവം ഇത്രയും വലിയ ഒരു മരണക്കട്ടിലിരുന്നൊക്കെ ഞങ്ങളെ വിടുതലയാക്കി എന്നൊക്കെ ഭയങ്കര ഒരു അത്ഭുതമായ സാക്ഷികളൊക്കെ പറയുവാനൊക്കെ ഇടയായി. പിന്നെ അതുപോലെ തന്നെ ഒത്തിരി കാര്യങ്ങൾ നന്മകൾ വരാതിരുന്ന തടസ്സങ്ങളെല്ലാം ദൈവം മാറ്റിക്കൊടുത്ത് അവർക്ക് എത്രയും വേഗം കുടുംബങ്ങൾ ഓരോ നന്മകളൊക്കെ ദൈവം ചെയ്യും. സോ ഇതൊരു മിനിസ്ട്രി ആയിട്ടാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അല്ലാതെ പിള്ളേർക്കും ആ ദൈവ ഭയത്തോടു കൂടി ഒരു എഡ്യൂക്കേഷൻ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. സോ ദൈവകൃപയാൽ കഴിഞ്ഞ വർഷം ഞങ്ങളുടെ ഈ രാമനാഥപുരം ഡിസ്ട്രിക്റ്റിൽ ഞങ്ങൾക്ക് 2nd മാർക്ക് കിട്ടുവാൻ ദൈവം ഞങ്ങൾക്ക് ഇടയാക്കി തന്നു 10th. അത് ദൈവത്തിന്റെ വലിയ ഒരു അത്ഭുതമാണ്. എന്ന് വെച്ചാല് നമ്മളുടെ സ്കൂൾ തുടങ്ങി 25 വർഷമായി. അപ്പം ഇത്രയും വർഷങ്ങളായിട്ടും ആ ഒരു നന്മയെ ഞങ്ങൾ കഴിഞ്ഞ വർഷമാണ് ഞങ്ങൾക്ക് കാണാൻ പറ്റിയിരുന്നത്. അത് ദൈവം ഞങ്ങൾക്ക് ചെയ്തു തന്ന വലിയ ഒരു അത്ഭുതമാണ്. സോ എപ്പോഴെല്ലാം നമ്മൾ ദൈവത്തെ മുമ്പ് വെച്ച് നടക്കുന്നുണ്ടോ ദൈവം നമുക്ക് കടന്നു വരേണ്ട പാതകളെല്ലാം സെവ്യപ്പെടുത്തി തന്ന് നമ്മൾ എങ്ങനെ പോകണം എന്നത് ദൈവം തന്നെ ഗൈഡ് ചെയ്ത് ഞങ്ങളെ നടത്തുകയാണ്. സോ ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഉള്ളത്. സോ ഞങ്ങളുടെ ജീവിതത്തില് അധികമായിട്ട് ഞങ്ങൾ കണ്ടു പഠിച്ചത് പപ്പയുടെയും മമ്മിയുടെയും ലൈഫാണ്. സോ അവര് ഞങ്ങൾക്ക് നല്ല ഒരു മാതൃകയാണ് അവര് കാണിച്ചു കൊടുത്തത്. എങ്ങനെ ദൈവത്തിന് ആദ്യം നമ്മൾ പ്രയോറിറ്റി കൊടുക്കണം. സോ നമ്മള് ലൈഫിൽ നമ്മളുടെ മക്കൾക്ക്, നമ്മളുടെ പിള്ളേർക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിക്ക് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത് കാട്ടിലും ദേ യൂസ് ടു ഗിവ് പ്രയോറിറ്റി ടു ഗാഡ്. അവര് ദൈവത്തിനാണ് കൂടുതലായിട്ട് അവര് പ്രയോറിറ്റി കൊടുത്തത്. സോ അത് ഞങ്ങൾക്ക് വന്ന് കൂടുതലായിട്ട് ഓരോരുത്തരുടെ ലൈഫിലും ഓരോ കാറ്റഗറി ആയിട്ട് അവർക്ക് വന്ന് ലൈഫ് മോഡൽസ് ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളത് എന്റെ പാരന്റ്സ് തന്നെയാ എന്റെ ഒരു ലൈഫ് മോഡൽ. അവര് യേശപ്പന് വേണ്ടിയിട്ട് എത്രത്തോളം യേശുവെ സ്നേഹിക്കുകയും യേശുവിന് വേണ്ടി എത്രത്തോളം ചെയ്യുന്നത് ഞങ്ങൾ കൺകൂടെ കണ്ടിട്ടുള്ളവരാ. സോ അത് ഞങ്ങളുടെ ലൈഫിൽ അതൊരു വലിയൊരു എക്സാമ്പിൾ ആണ്. നമ്മൾ മറ്റവരെ കണ്ട് അവര് എങ്ങനെ ചെയ്യുന്നതെന്ന് കണ്ടോ, അങ്ങനെയല്ല, അവര് ജീവിച്ച് കാണിച്ചു ഞങ്ങളുടെ മുമ്പ്. ഇങ്ങനെയാണ് നിങ്ങൾ ജീവിക്കണം എന്ന് ജീവിച്ച് കാണിച്ചു. പപ്പ ഇത്രയും വലിയൊരു പ്രസ്താവത്തിന്റെ ഒരു പ്രസിഡന്റ് ആയിരുന്നാലും ആ ഒരു ഡ്രസ് കോഡ് ആയിക്കോട്ടെ, ആ ഒരു താഴ്മ ആയിക്കോട്ടെ, ആര് വന്നാലും പപ്പ നെഗ്ലക്ട് ചെയ്യത്തില്ല. ആര് വന്നാലും പോയി സംസാരിക്കും. പിന്നെ ആരെങ്കിലും ഗസ്റ്റ് വരുന്നുണ്ടെങ്കിൽ പപ്പ തന്നെ കതവ് തുറക്കും. മെയിൻ ഗേറ്റ് പപ്പ തന്നെ പോയി തുറക്കും. ആരെ തുറക്കാൻ സമ്മതിക്കത്തില്ല. അവരെ പോകുമ്പോഴും പപ്പ തന്നെ പോയി സെൻഡ് ഓഫ് ചെയ്യും. അങ്ങനെ എല്ലാ വിഷയത്തിലും പപ്പ വെരി 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 ഹംബിൾ ആയ ഒരു പേഴ്സൺ ആയിരുന്നു. സോ ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളിപ്പോ ഒരു സ്റ്റേറ്റസിൽ ഇരിക്കുന്നുണ്ട്, ഒരു ജോബിൽ ഇരുന്ന് ദൈവവേല ചെയ്യുന്നുണ്ടെന്നാലും ഞങ്ങൾ അവിടെ ഒരു ബോസ് ആയിട്ടല്ല, മെമ്പർ ഓഫ് ദ ടീം. അങ്ങനെയാണ് ഞങ്ങളും ജീവിച്ചു പോകാൻ ഞങ്ങൾക്ക് പപ്പ ഒരു നല്ല ഒരു മാതൃകയായിരുന്നു. അവരുടെ ജീവിതത്തിൽ അവർ കടന്നുപോയ ഓരോ പാതകളൊക്കെ നോക്കുമ്പം ഞങ്ങൾ കടന്നു പോകുന്നതെല്ലാം സത്യം പറഞ്ഞ ഒന്നുമില്ല.
അത്രയും കഷ്ടങ്ങളാണ് അവര് കഷ്ടപ്പെട്ട് ദൈവരാജ്യത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടതും മുളച്ചതും എല്ലാം. അപ്പം ഈ കാലഘട്ടത്തിൽ അവര് മുൻവെച്ചു പോയ വിഷന് നമ്മൾ ക്യാരി ഓൺ ചെയ്ത് പോകണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഞങ്ങളുടെ മൈൻഡിലുള്ളത്. അപ്പം അവർക്ക് ദൈവം ഇഷ്ടം പോലെ, പപ്പയ്ക്ക് ദൈവം നല്ല വിഷൻസ്, ഒത്തിരി മിഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഫുൾഫിൽ ആകണം എന്ന് പറഞ്ഞ് ഒത്തിരി കാര്യങ്ങൾ ദൈവം പപ്പയ്ക്ക് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളതെല്ലാം പപ്പ മുമ്പേ കുറെ കാര്യങ്ങൾ ചെയ്ത് ചിലതൊക്കെ പെൻഡിങ്ങിൽ വെച്ചിട്ടുണ്ട്. ഫൗണ്ടേഷൻ സ്റ്റോൺ ഒക്കെ പ്രാർത്ഥിച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെ പ്രീ പ്ലാൻ ആയിരുന്നു പപ്പ. സോ അതൊക്കെ ഫുൾഫിൽ ആകണം എന്നുള്ള ഒരു ചിന്തയിലോട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളും മുൻവെച്ചുകൊണ്ട് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ ആഗ്രഹം, ദൈവം എന്ത് ഇഷ്ടം കൊണ്ട്, എന്ത് തിട്ടം കൊണ്ട് ഈ രാമേശ്വര പട്ടണത്തിൽ ഞങ്ങളെ കുടുംബമായിട്ട് അയച്ചോ, ആ ഇഷ്ടം, ആ തീരുമാനം ഫുൾഫിൽ ആകണം എന്നതാണ് ഞങ്ങളുടെ ഏറ്റവും ആവശ്യം. ഓരോ ദിവസം ഞങ്ങൾ അതാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പ എന്തുകൊണ്ട് നിങ്ങൾ പപ്പനെ അയച്ചു, ആ ഇഷ്ടം ഇവിടെ നടക്കണം. അതാണ് ഞങ്ങൾ ദൈവത്തിന്റെ അടുത്ത് ഞങ്ങൾ ഓരോ ദിവസം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതൊരു മുള്ളാണ്. ഈ രാമേശ്വരം എന്ന് പറയുന്നത് ഒരു വലിയൊരു മുള്ളാണ്. നമ്മൾ ചിന്തിക്കുന്ന പോലെ അല്ല. വളരെ പോരാട്ടങ്ങളും നെരുക്കടികളും വളരെ ഉപദ്രവങ്ങളൊക്കെ ഉള്ള പ്ലേസ് ആണ്. ഇപ്പം ഒരു സീസൺ ആകുമ്പോൾ ഇവിടെ ഒത്തിരി ആൾക്കാർ വരും, പിലിഗ്രിംസേ ഒത്തിരി ആൾക്കാർ വരും. പപ്പ ഇരുന്ന കാലത്തിലെല്ലാം എല്ലാ ബസ്സുകൾക്കും കൊണ്ട് ടാക്സ് കൊടുക്കുകയും ആൾക്കാർക്ക് കൊണ്ട് ടാക്സ് കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഒരു സീസണിൽ അങ്ങനെ കൊടുക്കുമ്പോഴെല്ലാം പിടിച്ച് ആൾക്കാരൊക്കെ അടിച്ച് ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ഭയങ്കര ഉപദ്രവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ കാര്യങ്ങൾ പിന്നെയും ഈ നമ്മളുടെ ജനറേഷനിൽ നമ്മൾ അത് വിടാതെ അത് പിന്നെയും നമ്മളത് ക്യാരി ഓൺ ചെയ്ത് ചെയ്യണം. ദൈവത്തിന് വേണ്ടിയിട്ട് പെടുന്ന ഓരോ പാടുകളും അത് സ്വർഗത്തിൽ നമുക്ക് പ്രതിഫലനം ഉണ്ട് എന്ന് ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. എന്റെ മനസ്സിലുള്ള ഏറ്റവും വലിയ ആഗ്രഹം, പപ്പ എന്തൊക്കെ ഇവിടെ ഫുൾഫിൽ ആകണമെന്ന് വിചാരിച്ചോ, ദൈവകൃപയാൽ അതെല്ലാം മക്കളായ ഞങ്ങൾ എല്ലാവരും ഒന്നുകൂടി ഇരുന്ന് ഞങ്ങൾ ഒന്നുകൂടി ഈ കാര്യങ്ങളെല്ലാം ഈവനായിട്ട് ഓരോരുത്തരും ഓരോ ഭംഗങ്ങളായിട്ട് നിന്ന് ചെയ്ത് ആ ദൈവരാജ്യത്തിന്റെ കാര്യങ്ങൾ ഞങ്ങൾ ഫുൾഫിൽ ചെയ്യണം എന്ന ഒരു ആഗ്രഹമാണ് ഞങ്ങൾക്ക് ഉള്ളത്. അമ്മയും അതാണ് പറയുന്നത്. നമ്മൾ എല്ലാവരും കൂടി, ദൈവത്തിന് ഒരു പദ്ധതി ഇല്ലെങ്കിൽ ഇത്രയും പേര് മക്കളായിട്ട് ദൈവം കൊടുത്തു കാണത്തില്ല. അപ്പൊ കൊടുത്തതിന് ഒരു നോക്കമുണ്ട്, ഒരു തിട്ടമുണ്ട്. അപ്പൊ അത് നമ്മൾ എല്ലാവരും കൂടിയായിട്ടാണ്. ഇത് ഒരാൾ രണ്ടുപേരുടെ വർക്കൗട്ട് അല്ല. എവ്രി വൺ നീഡ് ടു വർക്ക് ബിഹൈൻഡ് ദിസ് എന്നാണ് നമ്മളുടെ ഒരു ഏറ്റവും വലിയ ഒരു ആഗ്രഹം. സോ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ മിനിസ്ട്രി ഫീൽഡിൽ ഞങ്ങൾക്ക് ഇനിയും ഒത്തിരി പ്രയർ സപ്പോർട്ട് വി നീഡഡ്, ബിക്കോസ് ഇറ്റ് ഈസ് എ പ്ലേസ് വേർ ഇസ് വെരി എന്താ പറയാ, ഒത്തിരി പെർസിക്യൂഷൻസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലത്തെ അല്ല. സോ ഞങ്ങൾ ഇവിടെ സ്റ്റാൻഡായി പോകുന്നത് ദൈവത്തിന്റെ ഒരു വലിയൊരു കൃപ കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഇവിടെ ഒന്ന് നിന്ന് നമുക്ക് ജീവിച്ച് കഴിയാൻ പറ്റത്തില്ലായിരുന്നു. സോ നമ്മളിപ്പോ ജീവിതത്തിൽ എന്റെ ഹസ്ബൻഡ് ആണെങ്കിൽ അവിടെ കേരളത്തിലാണ് മിനിസ്ട്രിയിലുള്ളത്. ഞാൻ ഇവിടെ രാമേശ്വരത്തിൽ ഞാൻ എന്റെ മക്കളുമായിട്ട് ഞങ്ങൾ ഇവിടെ പപ്പയുടെ മിനിസ്ട്രിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർ വന്ന് ഞങ്ങളെ കാണുന്നുണ്ട്. പക്ഷെ ഈവൻ ദോ വി ബോത്ത് ഇൻ ദ സെയിം മൈൻഡ്, ദൈവരാജ്യം എന്നുള്ള ഒരു ചിന്തയിലാണ് ഞങ്ങൾ രണ്ടുപേരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഞങ്ങളുടെ ജീവിതത്തിലും ദൈവം വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ചിന്തിക്കുന്നതിനും വിചാരിക്കുന്നതിനും അധികമായിട്ട് ഞാൻ ഇരുന്ന് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം ചില വിഷയങ്ങൾ നടക്കുമ്പോൾ നമുക്ക് തന്നെ അങ്ങനെ ചിന്തിച്ചു പോകും, ഇങ്ങനെ ഒരു കാര്യം നടക്കുവോ, ഇത് ദൈവത്താൽ മാത്രമല്ലേ ഇത് നടക്കാൻ പറ്റിയത് എന്ന് നമുക്ക് ചിന്തിക്കുന്ന രീതിയിൽ എന്റെ 36 വയസ്സിൽ ഐ വാസ് വർക്കിംഗ് ആസ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ബിഗ് പ്രഷറാണ്. ഒരു ഫുൾ സ്കൂളെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്തു പോകുന്നത് വലിയൊരു പ്രഷറാണ്. പക്ഷേ ദൈവകൃപ കൊണ്ട് മാത്രം, പ്രാർത്ഥനയാൽ മാത്രം ഓരോ കാര്യങ്ങളും ഇത് ഇങ്ങനെ ചെയ്താലേ ഇത് ശരിയാവുള്ളൂ എന്ന് ദൈവം ഗൈഡൻസ് തന്ന് കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട്, ഒത്തിരി കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് ചെയ്യുവാൻ ദൈവം ഇടയാക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കൂടുതലായിട്ട് മിനിസ്ട്രി ഫീൽഡിലോട്ട് കൂടുതലായിട്ട് ദൈവത്തിന് വേണ്ടി ശോഭിക്കാനും ഐ വാസ് പ്ലാനിങ്. ബിക്കോസ് ഓരോ ഫീൽഡ് ദൈവം നമുക്ക് തരുന്നുണ്ടെങ്കിൽ ഏത് ഫീൽഡ് ആയാലും അത് ദൈവത്തിന് വേണ്ടി മാത്രമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ദൈവനാമം മഹത്വപ്പെടും. ദൈവം നമ്മൾ കുറച്ചിൽ വിശ്വസ്തരായിരിക്കുമ്പോൾ നമ്മളെ ദൈവം അധികത്തിൽ നമ്മൾ അടുത്തടുത്ത സ്റ്റെപ്പിലോട്ട് നമ്മൾ ദൈവം കൊണ്ടുപോകാനും ദൈവം ശക്തനാണ്. എന്റെ ലൈഫിൽ ഐ ജസ്റ്റ് വാണ്ട് ടു ടെൽ യു വൺ തിങ്.
തിങ്. പപ്പയുടെ ലാസ്റ്റ് ദിവസങ്ങളെല്ലാം ഞാൻ എൻ്റെ ഹസ്ബൻഡായിരുന്നു കൂടുതൽ പപ്പയുടെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പം പപ്പയുടെ ഓരോ ലാസ്റ്റ് ആഗ്രഹങ്ങളെല്ലാം പപ്പ ഞങ്ങളുടെ അടുത്ത് ഒത്തിരി ഷെയർ ചെയ്തു, എൻ്റെ അടുത്ത് ഒത്തിരി ഷെയർ ചെയ്തു. 2 മാസം പപ്പ ഒത്തിരി വയ്യാതെ ഒരു സിറ്റുവേഷനിലായിരുന്നു. ഞങ്ങള് ഹോസ്പിറ്റലിലും പിന്നെ വീട്ടിലും ഇങ്ങനെ മാറി മാറി പപ്പേനെ വെച്ച് നോക്കിക്കൊണ്ടായിരുന്നു. അപ്പം പപ്പ എൻ്റെ അടുത്ത് ഒത്തിരി കാര്യങ്ങൾ എൻ്റെ അടുത്ത് ഷെയർ ചെയ്യുമായിരുന്നു. അപ്പം അതെല്ലാം ഐ വാസ് കെപ്റ്റ് ഇൻ മൈ ഹാർട്ട്. എൻ്റെ മനസ്സിൽ ഞാൻ വെച്ചിരിക്കുന്ന പപ്പയ്ക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ആഗ്രഹങ്ങളെല്ലാം ദൈവം നിവർത്തി ചെയ്ത് കൊടുക്കണം എന്നുള്ള ഒരു ചിന്ത ദൈവം എൻ്റെ ഹൃദയത്തിൽ തന്നിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ രാജ്യമാണ്, നമുക്ക് സ്വന്തമായിട്ടുള്ള ഒരു കാര്യങ്ങളല്ല. ദൈവനാമ മഹത്വത്തിന് വേണ്ടിയിട്ട് ദൈവം ഈ ദേശത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഈ ദേശത്തിൽ ആ നാമ മഹത്വത്തിന് നമ്മളെ കൊണ്ട് എന്ത് ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുവോ അത് ചെയ്യുവാൻ വേണ്ടിയിട്ട് ഫുൾ മൈൻഡോട് ഞാൻ ദൈവ സമൂഹത്തിൽ ഒപ്പു കൊടുത്തിട്ടുണ്ട്. അതിനുള്ള കാര്യങ്ങളെല്ലാം ദൈവം ഞങ്ങൾക്ക് കൈകൂടി തരണം. ദൈവ ഇഷ്ടം പപ്പയ്ക്ക് കൊടുത്തിരിക്കുന്ന സകല കാര്യങ്ങളും ഈ ദേശത്തിൽ ഫുൾഫിൽ ആകണം. അത് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ഒരു ആഗ്രഹം. തീർച്ചയായിട്ടും പാസ്റ്ററുടെ കൂടെ, ദിവാർ പാസ്റ്ററുടെ കൂടെ ജോയിൻ ചെയ്ത് ലൈഫ് ദൈവം നല്ല ഒരു ഹാപ്പി ലൈഫാണ് ഞങ്ങൾക്ക് തന്നത്. മിനിസ്ട്രി ഫീൽഡിലായിക്കോട്ടെ, ഈസ് എ വെരി കോപ്പറേറ്റീവ് ആണ്. ഞങ്ങൾക്ക് ഓരോ വിഷയത്തിലും ആദ്യം അവർ തമിഴ്നാട്ടിൽ ഉള്ള ആളാണ്. ഈവൻ ദോ ഇപ്പോൾ ആരും പറയത്തില്ല തമിഴ്നാട്ടിലുള്ളവരാന്ന് പറയത്തില്ല. അത്രത്തോളം ഫുള്ളി ഇൻവോൾവ്മെന്റ് ആയിട്ട് കേരളത്തില് മിനിസ്ട്രി ചെയ്യുന്നതുകൊണ്ട് നല്ല ഫ്ലുവന്റ് മലയാളവും എല്ലാം എന്നെക്കാട്ടിലും പാസ്റ്റർ മനസ്സിലാവുമായിരിക്കും. എനിക്ക് പോലും ചില ബുദ്ധിമുട്ടുകളുണ്ട് മലയാളത്തിൽ സംസാരിക്കാൻ. പക്ഷെ അവർക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല. ബിക്കോസ് ഹീസ് ഫുള്ളി കമ്മിറ്റഡ് ആൻഡ് ഹീസ് ഡൂയിങ് മിനിസ്ട്രി ഓവർ ദേർ. അതുകൊണ്ട് നല്ലൊരു മിനിസ്ട്രി ഫീൽഡ് ദൈവം അവിടെ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഒരു നല്ല വിശ്വാസ കൂടങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. അവർക്ക് നല്ലൊരു മിനിസ്ട്രി എവറി വീക്ക് മിനിസ്ട്രി ഉള്ളതുപോലെ ദൈവം അവർക്ക് കൊടുത്തിട്ടുണ്ട്. സോ ഞങ്ങളുടെ ആഗ്രഹം ദൈവരാജ്യം വളരണം. ദൈവരാജ്യത്തിന് വേണ്ടിയിട്ട് ദൈവം എങ്ങനെ നമ്മളെ വന്ന് ഉപയോഗിക്കണം എന്ന് ആഗ്രഹിക്കുന്നു അതിനനുസരിച്ച് ഞങ്ങൾ പോകണം എന്നുള്ള ഒരു ആഗ്രഹമാണ്. അതുകൊണ്ട് നമ്മളുടെ ഇഷ്ടമല്ല, തമ്പുരാന്റെ ഇഷ്ടം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറണം. ഈ വർഷം ദൈവം എനിക്ക് തന്ന വാഗ്ദത്തം യെശയ്യാവ് 45 അതിന്റെ 2-ാമത്തെ വാക്യം, ഞാൻ നിങ്ങൾക്ക് മുമ്പ് പോയി കോണലാല വഴികളെല്ലാം ഞാൻ നിങ്ങൾക്ക് ശരിയാക്കി തരുമെന്നാണ്. സോ ഐ ബിലീവ് ഗാഡ് ഈസ് ഗോയിങ് ബിഫോർ അസ്. ആൻഡ് അതേ വാക്കുകളാണ് ഞാൻ നിങ്ങൾക്കും കേൾക്കുന്നവർക്കും പറയുന്നത്. ദൈവം നിങ്ങളുടെ മുമ്പ് പോയി നിങ്ങൾക്ക് മുമ്പിരിക്കുന്ന എല്ലാ തടസ്സങ്ങളെയും ദൈവം മാറ്റി ദൈവ ഇഷ്ടം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാൻ ദൈവം തീർച്ചയായിട്ട് എല്ലാ വാതിലുകളും ഓപ്പൺ ചെയ്തു തരും. അതുകൊണ്ട് നമ്മളുടെ പ്രാർത്ഥനയിലും നമ്മളുടെ ദൈവത്തോട് സമയം ചെലവഴിക്കുന്നതിലും നമ്മൾ കുറയ്ക്കാതിരുന്നാൽ മാത്രം മതി. എത്രത്തോളം നമ്മൾ ദൈവത്തിന് സമയം കൊടുക്കുന്നു അത്രത്തോളം ദൈവം നമ്മളെ ഉപയോഗിക്കാൻ തുടങ്ങും. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയാണ്. എത്രത്തോളം നമ്മൾ ദൈവത്തിന് വേണ്ടി നമ്മൾ സമയം കൊടുത്തോ അത്രത്തോളം ദൈവം ഞങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. ഇപ്പോഴും വരെ ദൈവം നമ്മളെ ഉപയോഗിച്ചിട്ട് തന്നെ ഇരിക്കുന്നു. ഓരോ രീതികളിൽ ഇപ്പം ഓരോ മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ എവരി വൺ ഇസ് തിങ്കിങ് നമ്മൾ ദൈവവേല ചെയ്യുന്നത് പോയി പ്രീച്ച് ചെയ്യുന്നത് മാത്രമല്ല, ഏത് വേല ചെയ്താലും ആ വേലയിൽ ദൈവനാമ മഹത്വത്തോട് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഒരു മിനിസ്ട്രിയാണ്. ഒരു വിശ്വാസി ആ ഫീൽഡിൽ ഇരുന്ന് രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ, ആ ഫീൽഡിൽ നിന്ന് ദൈവനാമം അറിയുന്നുണ്ടെങ്കിൽ അത് വലിയൊരു അനുഗ്രഹമാണ്. ഓരോരുത്തരെയും ഓരോ രീതികളിലാണ് ദൈവവേലയിലായിട്ട് ദൈവം വെച്ചിരിക്കുന്നത്. സോ എന്റെ ലൈഫിൽ ദൈവം ഈ പാത്തിലാണ് വെച്ചിരിക്കുന്നത്. സോ ഒത്തിരി ഫാമിലീസ് അവര് ഈ നമ്മളുടെ കൗൺസിലിംഗ് മൂലമായിട്ടും പ്രയർ മൂലമായിട്ടും ഒത്തിരി ഫാമിലീസ് അനുഗ്രഹിക്കപ്പെട്ട് ദൈവത്തെ അറിയുവാനും അത് ഇടയാകുന്നുണ്ട്. അതിനായി ഞാൻ ദൈവത്തെ നന്ദി പറയുന്നുണ്ട്. സോ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത വലിയ വലിയ നന്മകളും ഉപഹാരങ്ങളൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. സോ എന്റെ ലൈഫില് ഞങ്ങൾ ഓരോ മിനിസ്ട്രി പോകുമ്പോഴാണ് പുതിയ പുതിയ അനുഭവങ്ങൾ ഞങ്ങൾ വന്ന് പ്രാപിക്കുന്നത്. സോ ഏത് സിറ്റുവേഷൻ ആയാലും എവിടെയായാലും താമസിച്ച് പഠിക്കണമെന്നാണ് പപ്പയുടെ കണ്ടീഷൻസ്. സോ ഞങ്ങൾ ഇവിടെ വീട്ടിലെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ടായിരിക്കും. സർട്ടൻ ടൈംസിൽ ഞങ്ങളെ ട്രൈബ്സിലൊക്കെ അയക്കും മിനിസ്ട്രി ഫീൽഡിന് വേണ്ടിയിട്ട്. എൻ്റെ മൂത്ത ചേട്ടനൊക്കെ അവിടെ നിന്ന് അമേരിക്കയിൽ നിന്നൊക്കെ മെഡിക്കൽ ടീം വരുമ്പോൾ ഞാൻ ഈ നഴ്സിംഗ് പഠിച്ചിരുന്നത് കൊണ്ട് എന്നെയും കൂടി കൊണ്ടുപോയിട്ടുണ്ട്. സോ ട്രൈബ്സിലൊക്കെ 2 ദിവസം 3 ദിവസം മൗണ്ടൻസിന്റെ മുകളിൽ ടെന്റിൽ താമസിച്ച് അവിടുത്തെ ആഹാരങ്ങളൊക്കെ കഴിച്ച് അങ്ങനെയൊക്കെ ഞങ്ങൾക്കെല്ലാം പ്രാക്ടീസ് കൊടുത്തിട്ടുണ്ട്. സോ പപ്പയുടെ
പപ്പയുടെ ഇത് എന്താന്ന് പറഞ്ഞാല് നമ്മൾ എവിടെ പോയാലും അവർക്കേറ്റതുപോലെ നമ്മളെ കൺവേർട്ട് ചെയ്ത് നമ്മൾ അവിടെ ജീവിച്ച അവർക്ക് ദൈവനാമത്തെ നമ്മൾ വന്ന് മഹിമപ്പെടുത്തണം. ബിക്കോസ് നമ്മൾ റോയൽ ആയിട്ട് ജീവിച്ചിട്ട് റോയൽ ലൈഫ് തന്നെ എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ എന്നല്ല, റോയൽ ലൈഫ് ഇല്ലേലും ഒന്നും ഇല്ലേലും എനിക്ക് ജീവിക്കാൻ പറ്റും എന്ന ഒരു സ്ഥിതിയിൽ നമ്മൾ ഉണ്ടായിരുന്നാൽ മാത്രമേ ദൈവവേലയിൽ ഒരു സക്സസ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. എനിക്കൊരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നാലേ എനിക്ക് പ്രീച്ച് ചെയ്യാൻ പറ്റുമെന്നല്ല, ഉള്ള ഒരാളോ രണ്ടുപേരോ അവരുടെ അടുത്ത് ദൈവത്തെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അത് വലിയൊരു സക്സസ് ആണ് നമുക്കെന്ന് പറഞ്ഞ് പപ്പ നമുക്ക് ഒത്തിരി പ്രാക്ടീസ്, പപ്പ ഞങ്ങളുടെ കൂടെ വന്ന് പ്രാക്ടീസ് കൊടുക്കും. പപ്പ അങ്ങനെയാ പപ്പ ഞങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നതല്ല, ഞങ്ങളുടെ കൂടെ വന്ന് ഞങ്ങൾക്ക് പ്രാക്ടീസ് കൊടുക്കുന്നതാണ്. ഓരോ വിഷയങ്ങളിലും ഇങ്ങനെ ചെയ്യണം എന്ന് പപ്പ ആദ്യം ഞങ്ങൾക്ക് ചെയ്ത് കാണിച്ചിട്ട് ഞങ്ങളെ ചെയ്യാൻ പറയും. ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരുമായിരുന്നു. സോ ഹി ഈസ് എ വെരി ഗുഡ് മെന്റർ, ഐ വിൽ സേ. നല്ല ഒരു ഗൈഡൻസ് ആണ് പപ്പയുടെ ലൈഫ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഞങ്ങൾക്കെല്ലാം റിയലി ഐ ജസ്റ്റ് വാണ്ട് ടു ടെൽ വി ആർ വെരി ബ്ലെസ്ഡ്. സോ ബീയിങ് വിത്ത് ഹിം, അവരുടെ കൂടെ ഇരിക്കുവാനും അവരുടെ ലൈഫ് കൂടുതൽ അറിയുവാനും അവരുടെ മിനിസ്ട്രി കൂടുതൽ അറിയുവാനും അവരുടെ പാഷൻ, ഗാഡിലോട്ടുള്ള ഒരു പാഷൻ. രാവിലെ 3 മണിക്ക് എണീറ്റിട്ട് 7 മണി വരെ 8 മണി വരെ ദൈവ സമൂഹത്തിൽ തന്നെ ഇരിക്കും. ഒറ്റ ഇരിപ്പിൽ ഇരിക്കുന്നതാണ്. അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചേ ഇരിക്കുള്ളൂ. പപ്പ പറയും, ഒരാൾക്ക് ദൈവത്തെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ അന്ന് നീ ആഹാരം കഴിക്കാൻ പാടില്ല എന്ന് പറയും. അതുകൊണ്ട് രാവിലെ എണീറ്റ് ട്രാക്സുമായിട്ട് പപ്പ വെളിയിൽ പോയിട്ട് ആർക്കെങ്കിലും 2-3 പേർക്ക് ദൈവത്തെ കുറിച്ച് പറഞ്ഞിട്ട് ട്രാക്സ് കൊടുത്തിട്ടാണ് പപ്പ വീട്ടിൽ വന്ന് കഴിക്കുന്നത്. അതും ഒരു സ്ഥിരമായിരുന്നു പപ്പയ്ക്ക്. അല്ലാതെ പപ്പ ആഹാരമേ കഴിക്കത്തില്ല. സോ ഇതൊക്കെ ഞങ്ങൾക്ക് ഒരു ഇതാണ്, ഒരു സീഡാണ് നമ്മളുടെ ലൈഫിൽ. ഹൗ മച്ച് വി നീഡ് ടു ഗീവ് പ്രയോറിറ്റി ടു ഗാഡ്, എത്രത്തോളം ദൈവത്തിന് പ്രയോറിറ്റി കൊടുക്കണം, എത്രത്തോളം മിനിസ്ട്രിക്ക് വേണ്ടിയിട്ട് നമ്മൾ പാഷനായിട്ട് ഉണ്ടായിരിക്കണം. ആ ഇത് പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾ ദൈവത്തെ കുറിച്ച് പറയുന്നുണ്ട് നിങ്ങൾക്ക് അയ്യോ കഷ്ടമാന്ന് പറയുന്നത്. അതുപോലെ ബൈബിളിൽ ഇരുന്ന പൗലോസെ പോലെയാണ് പപ്പയുടെ ജീവിതത്തിൽ പപ്പ ജീവിച്ചത്. കഷ്ടമായിരിക്കട്ടെ, പ്രീച്ചിങ് ആയിരിക്കട്ടെ, ആ ഒരു ബോൾഡ്നെസ് ആയിക്കോട്ടെ, എല്ലാ വിധത്തിലും പപ്പ അങ്ങനെ ഇരുന്നത് കൊണ്ട് ആ സെയിം ബോൾഡ്നെസ്, ആ സെയിം പാഷൻ, ആ സെയിം എല്ലാ വിഷയങ്ങളും ഞങ്ങൾക്കും ദൈവം ഒരു ഇതായിട്ട് ഞങ്ങൾക്ക് ദൈവം തന്നിട്ടുണ്ട്. സോ വി ആർ വർക്കിംഗ് ബിഹൈൻഡ് ദിസ്. ആൻഡ് ദൈവത്തിന്റെ ആഗ്രഹം ഞങ്ങളുടെ ഫാമിലിയിലും ഞങ്ങളുടെ കുടുംബത്തിലും എല്ലാം ഫുൾഫിൽ ആകണം എന്നാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു പ്രാർത്ഥന റിക്വസ്റ്റ് ആയിട്ട് ഉള്ളത്. സോ ദൈവ ഇഷ്ടം ഈ ദേശത്തിൽ രാമേശ്വരത്തിൽ പൂർണ്ണമായിട്ട് നടക്കണം എന്നുള്ളതാണ്. സോ മിനിസ്ട്രിക്ക് അമ്മ പോകുന്നുണ്ട്, അമ്മയുടെ കൂടെ ഞങ്ങളും എല്ലായിടങ്ങളിലും മിനിസ്ട്രിക്ക് കൂടെ പോകുന്നുണ്ട്. പപ്പയും ഉണ്ടായിരുന്നപ്പം പപ്പ പോകുന്ന സ്ഥലങ്ങളെല്ലാം ഞങ്ങളെയും കൂട്ടി കൊണ്ടുപോയിട്ടുണ്ട്. സോ ഇത് ഇങ്ങനത്തെ ഒരു ലിങ്കിങ്ങേ ഉള്ളൂ, അല്ലാതെ ഞങ്ങൾക്ക് ഫാമിലിയോ ഫ്രണ്ട്ഷിപ്പോ അങ്ങനെ ഒന്നല്ല. ഞങ്ങൾക്ക് മിനിസ്ട്രി ഫീൽഡായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ആൾക്കാരെ ഉള്ളൂ. സോ നമ്മൾ അങ്ങനെ ടൈപ്പ് ആയിരിക്കുന്നത് കൊണ്ട് മിനിസ്ട്രി റിലേറ്റഡ് ആയിട്ട് അധികമായിട്ട് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനും ഞങ്ങൾക്ക് അങ്ങനെ പറ്റിയുണ്ടായിരുന്നുള്ളൂ. സോ ദൈവം ഇത്രത്തോളം ദൈവ രാജ്യത്തിന് വേണ്ടിയിട്ട് ഓടുവാനും ചെയ്യുവാനും ദൈവം ഇടയാക്കി. സോ ഞങ്ങളുടെ തിരിച്ച് ഞാൻ പറയുന്നു, ഞങ്ങളുടെ റോൾ മോഡൽ my parents only, not only father, my mother also. She came from a Hindu family ഇരുന്ന് വന്നിട്ട് ഓർത്തഡോക്സ് ഹിന്ദുവിൽ ഇരുന്ന് വന്നതാണ്. പക്ഷെ എത്രത്തോളം പപ്പയ്ക്ക് ബാക്ക് ബോൺ ആയിട്ട് ഇരിക്കാൻ പറ്റുമോ, റിയലി പപ്പയുടെ മിനിസ്ട്രി ഇത്രയും ഷൈനായി പോകുവാൻ എന്റെ അമ്മയാണ് കാരണം. അത്രത്തോളം പ്രയറും അത്രത്തോളം സപ്പോർട്ടും, പപ്പ എന്ത് പറഞ്ഞാലും അതിന് അക്സെപ്റ്റ് ചെയ്ത് ആ മിനിസ്ട്രിക്ക് മമ്മി കൂടെ നിന്നത് കൊണ്ട് മാത്രമാണ് ഇത്രത്തോളം പപ്പയ്ക്ക് ഷൈൻ ആകാൻ പറ്റിയത്. അത് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് പറയാൻ പറ്റും. എന്ന് വെച്ചാല് അവരുടെ ലൈഫ്, അമ്മയുടെ ലൈഫ് എല്ലാം അവർ കിടന്നതൊക്കെ കടവരാന്തയിലും സീഷോറിലും ഇങ്ങനെയൊക്കെയാണ് അവർ കിടന്നതും ശുശ്രൂഷയൊക്കെ ചെയ്തത്. അപ്പം അങ്ങനെയൊക്കെ അവർ ഫുള്ളി കമ്മിറ്റഡ് ആയിട്ട്, പപ്പയും മമ്മിയും ഫുൾ കമ്മിറ്റഡ് ആയിട്ട് ദൈവരാജ്യത്തിന് വേണ്ടിയിട്ട് ചെയ്തത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഞങ്ങൾക്ക് ദൈവവേലയിൽ കൂടുതലായിട്ട് ചെയ്യുവാൻ ദൈവം ഞങ്ങൾക്ക് ഇടയാക്കിയത്. അപ്പം ആൾക്കാർ പറയുന്നത് അത് ആ കാലത്തിലല്ലേ, അങ്ങനെയുള്ളവർ അപ്പോ
ഇപ്പോ ഉള്ളവരൊക്കെ അങ്ങനെ ചെയ്തു. നോ, ഏത് കാലമായാലും ദൈവത്തിന് വേണ്ടിയിട്ട് ചെയ്യണം, ദൈവത്തിന് വേണ്ടിയിട്ട് ജീവിക്കണം എന്നുള്ളവർ ആ കമ്മിറ്റ്മെന്റോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കാലത്തിൽ ചെയ്തത് കാട്ടിലും കൂടുതലായിട്ട് ഈ കാലത്തിലുള്ളവർക്ക് കൂടുതൽ ചെയ്യാൻ പറ്റും. ബിക്കോസ് അപ്പം വെഹിക്കിൾസിന്റെ ഫെസിലിറ്റീസ് ഇല്ലായിരുന്നു. ഇപ്പം എല്ലാ വിധത്തിലും ഫെസിലിറ്റീസ് ഒത്തിരി നമുക്ക് ഉണ്ട്. കൂടുതലായിട്ട് ഫാസ്റ്റ് ആയിട്ട് ദൈവരാജ്യത്തിന് വേണ്ടിയിട്ട് ഓടുവാനും ചെയ്യുവാനും പ്രവർത്തിക്കുവാനും സപ്പോർട്ട് ചെയ്യുവാനും എല്ലാ വിധങ്ങളിലും ഇപ്പം നമുക്ക് കൂടുതലായിട്ട് സപ്പോർട്ട് ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ എത്രത്തോളം സീലോട് നമുക്ക് ഇറങ്ങി നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടോ അത്രത്തോളം ദൈവരാജ്യത്തിന് വേണ്ടിയിട്ട് എത്രയും വേഗമായിട്ട് നമുക്ക് ചെയ്യുവാൻ കഴിയും. ബിക്കോസ് നമുക്ക് ഇപ്പം വരുന്നത് ഫുൾ ഓഫ് ഡിസ്ട്രാക്ഷൻ ആണ്. നമ്മൾ ഈ ലോകത്തിൽ ഇപ്പൊ നോക്കിയ ഫുൾ ഓഫ് ഡിസ്ട്രാക്ഷൻ ആണ് എല്ലാ രീതികളിലും. അത് മിനിസ്ട്രി രീതി ആയിക്കോട്ടെ, അത് എഡ്യൂക്കേഷൻ രീതി ആയിക്കോട്ടെ, എല്ലാവർക്കും ഇപ്പൊ ഡിസ്ട്രാക്ഷൻ ആയിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ എത്തിച്ചേരേണ്ട സ്ഥലത്തിൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റാതിരിക്കുന്നത്. ഇപ്പൊ ഇരിക്കുന്ന ടെക്നോളജി തന്നെ ഫുൾ ഡിസ്ട്രാക്ഷൻസ് ആണ്. പക്ഷെ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തിൽ ഒരു ചിന്തയോട്, ദൈവരാജ്യം മാത്രം എന്ന ചിന്തയോട് നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നെയിമിനോ സേക്കിനോ അല്ല ഈഗോയോ ഒരു പേഴ്സണാലിറ്റി ഇതൊന്നും ഇല്ലാതെ ദൈവം മാത്രം നോക്കി നമ്മൾ ഓടുന്നുണ്ടെങ്കിൽ ദൈവം തീർച്ചയായിട്ടും നമ്മളുടെ ഓരോരുത്തരുടെ മിനിസ്ട്രിയെ ദൈവം തീർച്ചയായിട്ടും ദൈവം ഉയർത്തിയിരിക്കും. അതിന് എന്റെ ലൈഫിൽ ഞാൻ കണ്ടതാണ്. ഞാൻ വന്ന ആരംഭ സമയത്തിൽ നമ്മളുടെ സ്കൂളിന്റെ സ്റ്റേറ്റസും ഇപ്പൊ ഇരിക്കുന്ന സ്കൂളിന്റെ സ്റ്റേറ്റസ് എൻറ്റയർലി ഡിഫറെന്റ് ആയത് ഞാൻ ഈഗോ നോക്കിയതല്ല, ഞാൻ ബോസായിട്ട് നടന്നതല്ല. പപ്പ എനിക്ക് പഠിപ്പിച്ചു തന്നത് ആസ് എ ലീഡറായിരിക്കുന്ന നമ്മൾ സെർവന്റ് ആയിരിക്കണം എന്നാ. അപ്പം ഞാൻ എല്ലാ ടീച്ചേഴ്സിന്റെ കൂടെ ഞാനും കൂടി നിന്ന് എല്ലാ ജോലിയും ചെയ്യും, അവരുടെ കൂടെ നിന്ന് ചെയ്യും. അവർക്ക് ജോലി ചെയ്യിപ്പിക്കുന്നതല്ല, ഐ വിൽ ഡു ദ വർക്ക് അലോങ് വിത്ത് ദം. അങ്ങനെ ചെയ്തപ്പം അത് നല്ല ഒരു ബോണ്ടേജ് ആയി. അത് പാരന്റ്സിന്റെ കൂടെ ഒരു നല്ല ബോണ്ടേജ് ആയി, സ്റ്റുഡൻസിന്റെ കൂടെ നല്ല ഒരു ബോണ്ടേജ് ആയി, ടീച്ചേഴ്സിന്റെ കൂടെ ഒരു നല്ല ബോണ്ടേജ് ആയി. അത് ഈ സെക്യുലർ ലൈഫിൽ തന്നെ ഇങ്ങനെ ആണെങ്കിൽ, ഇഫ് വി വർക്ക് ഇൻ ദ ഗാഡ്സ് മിനിസ്ട്രി ഇൻ ഫുൾ ഓഫ് മൈൻഡ്, ആ ഒരു ഏറ്റത്താഴ്വി ഇല്ലാതെ ഒരു സെർവന്റ്നെസ്സോട് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ മിനിസ്ട്രിയുടെ ലെവലിൽ നമ്മളെ ദൈവം കൂടുതലായിട്ട് മാറ്റും എന്നതിൽ ഏതൊരു സംശയവും ഇല്ല. അങ്ങനെയാണ് പപ്പയും ദൈവം ഉയർത്തിയത്. ഏതൊരു ഈഗോ ഇല്ല. എവിടെ പോയാലും പപ്പയ്ക്ക് ഒരു ഷീറ്റ് കിട്ടിയാൽ മതി, പപ്പ കിടക്കും. ബെഡ് തന്നെ വേണമെന്നല്ല, ഒരു പേപ്പർ കിട്ടിയാലും മതി, പപ്പ കിടക്കും. അങ്ങനെ പപ്പ ശീലിച്ചതാണ്. പപ്പ ആദ്യത്തെ ദിവസങ്ങൾ അങ്ങനെ ഉണ്ടായിരുന്നല്ല, ലാസ്റ്റ് വരെ, പപ്പയുടെ ലാസ്റ്റ് മിനിറ്റ് വരെ പാസ്റ്റർ ഞാൻ പറയുന്നു, ഹോസ്പിറ്റലിൽ വെരി വെരി സീരിയസ് ആയിട്ട് പപ്പ അവിടെ വെച്ചിരുന്നപ്പോൾ പോലും ഹി ടോൾഡ് എന്താ ഗോസ്പൽ ടു എ നഴ്സ്. ഐ വാസ് ദ വിറ്റ്നസ്. ഞാൻ വിറ്റ്നസ് ആണ്. പപ്പയുടെ ലാസ്റ്റ് മിനിറ്റിൽ പോലും ഹി ഡു മിനിസ്ട്രി ഓവർ ദെയർ. അപ്പം ആ ഒരു പാഷനാണ് നമുക്ക് ജീവിക്കാനുള്ള മാർഗമല്ല ഈ ക്രിസ്ത്യാനിറ്റി. ദൈവത്തിന് വേണ്ടിയിട്ട് മരിക്കാനുള്ളതാണ്. അപ്പം എത്രത്തോളം നമ്മൾ കമ്മിറ്റഡ് ആയിട്ട് ദൈവത്തിന് വേണ്ടിയിട്ട് നമ്മൾ മുന്നോക്കി പോകുന്നുണ്ടോ, ലാസ്റ്റ് മിനിറ്റ് വരെ, യേശു എങ്ങനെ അവരുടെ ലാസ്റ്റ് ബ്ലഡ് വരെ നമുക്ക് വേണ്ടിയിട്ട് തന്നിട്ട് പോയോ, അതുപോലെ ലാസ്റ്റ് മിനിറ്റ് വരെ നമ്മളുടെ ജീവിതത്തെ നമ്മൾ ദൈവത്തിന് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഹീ വിൽ ഷൈനസ്. നമ്മളായിട്ടല്ല ഷൈൻ ആകേണ്ടത്, ദൈവം നമ്മളെ ഷൈൻ ചെയ്യിപ്പിക്കും. അതാണ് യഥാർത്ഥമായ ഒരു ഷൈൻ. അതുപോലെ നമ്മൾ ചിന്തിക്കും, നമ്മൾ വിചാരിക്കുന്നത് പോലെ നമ്മൾ ചെയ്താൽ നമ്മൾ സക്സസ് ആകുമെന്ന്. നെവർ. ദൈവത്തിന്റെ പ്ലാൻ അനുസരിച്ച് പോയാൽ മാത്രമേ വി വിൽ സക്സീഡ്, അതർവൈസ് വി വോണ്ട് സക്സീഡ്. അത് എന്റെ ലൈഫിൽ ഞാൻ കണ്ടതാണ്. എന്റെ ലൈഫിൽ ചില വിഷയങ്ങളെല്ലാം ഞാൻ വിചാരിച്ചു ഞാൻ ഇങ്ങനെ ചെയ്താൽ ഞാൻ സക്സീഡ് ആകുമെന്ന് വിചാരിച്ചു, പക്ഷെ അതൊന്നും സക്സീഡ് ആയില്ല. പക്ഷെ വെൻ ഐ കമ്മിങ് ബാക്ക് ടു ഗോഡ്സ് ഹാൻഡ്, ദൈവമേ അങ്ങയുടെ ഇഷ്ടം മാത്രം എന്റെ ജീവിതത്തിൽ നടക്കണമെന്ന് ഞാൻ എപ്പോ എന്റെ ജീവിതത്തെ ഒപ്പുകൊടുത്തോ, അതിന് ശേഷം എന്റെ ലൈഫിനെ ദൈവം എൻറ്റയർലി ചേഞ്ച് ആയിട്ട് ദൈവം മാറ്റി. അപ്പോൾ നമ്മളുടെ സ്വയ ഇഷ്ടങ്ങളെ നിവർത്തിക്കാനല്ല ഈ ക്രിസ്തവ ജീവിതം, ദൈവ ഇഷ്ടത്തെ നിവർത്തിക്കുവാനാണ് ദൈവം നമ്മളെ ഈ ക്രിസ്തവ ജീവിതത്തിന്റെ അകത്ത് ദൈവം നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്. സോ നമ്മളുടെ ഓരോരുത്തരുടെ ഇഷ്ടവും ദൈവ ഇഷ്ടം മാത്രമായി ഇരുന്ന ജീവിതം തീർച്ചയായിട്ടും ഫുൾഫിൽ ആകും. സോ ദൈവ ഇഷ്ടം നമ്മളുടെ ജീവിതത്തിൽ നടക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴൊക്കെ ഏൽപ്പിച്ചു കൊടുക്കുന്നുവോ, തീർച്ചയായിട്ടും ദൈവം നമ്മളെ ഉപയോഗിക്കാൻ തുടങ്ങും. എന്റെ ലൈഫിൽ അതാണ് ഞാൻ ലേൺ ചെയ്തത്.
സോ നമ്മളുടെ കഴിവോ, നമ്മളുടെ പഠിത്തവോ, നമ്മളുടെ എബിലിറ്റിയോ, നമ്മളുടെ പണവോ, ഇതെല്ലാം ഈ ലോകത്തിന്റെ കാര്യത്തിന് അത് സാങ്ഷൻ ആകും. പക്ഷെ ദൈവരാജ്യത്തിന്, ദൈവത്തിന് സബ്മിഷൻ ആണ് ഏറ്റവും വലുത്. ഹൗ മച്ച് വി ആർ സബ്മിറ്റിംഗ് ടു ഗാഡ്, അതാണ് ദൈവം നമ്മളുടെ അടുത്ത് വിചാരിക്കുന്നത്. സോ നമുക്ക് പഠിത്തം കാണും, നമ്മൾ തിയറി ബൈബിൾ കോളേജ് പഠിച്ചിരിക്കും, തിയറി നോളജ് ഇരിക്കും, പക്ഷെ പ്രാക്ടിക്കൽ ലൈഫിൽ ഹൗ മച്ച് ടൈം നമ്മൾ എത്രത്തോളം ദൈവത്തിന് നമ്മൾ സമയം ചെലവഴിക്കുന്നുണ്ട്, അത്രത്തോളം ദൈവം നമ്മളെ ഉപയോഗിക്കാൻ തുടങ്ങും. സാധു കൊച്ചു കുഞ്ഞ് പറഞ്ഞ ഒരു ചെറിയ ഒരു സ്ലോഗൻ എനിക്ക് ഓർമ്മ ഉണ്ട്. ഞാൻ ബൈബിളെ ഈ പ്രായത്തിൽ ചുമക്കുന്നുണ്ടെങ്കിൽ എന്റെ വയസ്സം കാലത്തിൽ ബൈബിൾ എന്നെ ചുമക്കുമെന്ന്. അത് ഞാൻ തീർച്ചയായിട്ടും ഞാൻ അത് വിശ്വസിക്കുന്നുണ്ട്. നമ്മൾ ഈ കാലത്തിലുള്ള ഒരു സെൽഫോൺ ആണ് ചർച്ചിൽ കൊണ്ടുപോകുന്നത്. നമ്മൾ എത്രത്തോളം ബൈബിള് ചുമക്കുന്നുണ്ടോ, ബൈബിൾ നമ്മളെ ചുമക്കും. സോ ടെക്നോളജി വളർന്ന ശേഷം അതിനനുസരിച്ച് നമ്മൾ അപ്ഡേറ്റ് ആയി പോകുന്നതല്ല. ഗീവ് ദ പ്രയോറിറ്റി ടു ഗാഡ്. ആ ദൈവത്തിന്റെ ആ ബൈബിളിനും നമ്മൾ പ്രയോറിറ്റി കൊടുക്കണം. എല്ലാം ഇപ്പം ഫുള്ളി ഹാൻഡിലായി, എല്ലാം മൊബൈലിലായി പോയി. സോ നമ്മൾ എത്രത്തോളം നമ്മൾ ബൈബിളിനും ദൈവ സമൂഹത്തിനും ദൈവത്തിനും നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നുണ്ടോ, നമ്മൾ വളർന്നു വരുന്ന കാലത്തിൽ, നമ്മളുടെ വാർഷിക കാലത്തിൽ ദൈവം തീർച്ചയായിട്ടും നമ്മളെ ഉയർത്തിയിരിക്കും എന്നതാണ്. സോ പപ്പയുടെ ജീവിതത്തിലെല്ലാം ഫുൾ ആൻഡ് ഫുള്ള് എനിക്ക് പറയാൻ പറ്റും ഒരു കാര്യം എന്ന് വെച്ചാല് ഫുൾ ആൻഡ് ഫുൾ ഫെയ്ത്ത് ആണ് പപ്പ. ചില വിഷയങ്ങൾ ദൈവം ദർശനമായിട്ട് പപ്പയ്ക്ക് കൊടുക്കും. യു ഹാവ് ടു ഗോ ദിസ് പ്ലേസ്, ബൊളിവിയക്ക് പോകണം, അല്ലെങ്കിൽ ഫിലിപ്പൈൻസിന് പോകണം എന്ന് ദൈവം പപ്പയുടെ അടുത്ത് പറഞ്ഞിരിക്കും. ആരെ ലിങ്ക് ചെയ്യണം, എത്ര വർഷമാകും, ഇതൊന്നും പപ്പയ്ക്ക് അറിയത്തില്ല. പപ്പ വിൽ ബി സിറ്റിംഗ് ഓൺ ഗാഡ്സ് പ്രസൻസ്. ദൈവമേ ചില വർഷങ്ങൾക്കിടയിൽ ആൾക്കാരെ കൊണ്ടുവന്ന് അവരായിട്ട് തന്നെ പപ്പയിനെ ഫിലിപ്പീൻസിന് കൊണ്ടുപോയിട്ടുണ്ട്. ഇതെല്ലാം പപ്പ ഇതിനെ ആര് പോകുന്ന ഇവരുടെ ആരുടെ പുറകെയും പപ്പ പോകുന്നില്ല. വിഷൻ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ആൾക്കാരെയും ദൈവം എനിക്ക് ഏർപ്പെടുത്തി തരുമെന്ന് പപ്പ വെയിറ്റ് ചെയ്ത്, അങ്ങനെ വാർഷിക കാലത്തിൽ പോലും ഫിലിപ്പൈൻസിനും അങ്ങനെ ഓരോ ഇടങ്ങളിലും പപ്പ മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ പപ്പയ്ക്ക് ജീവന. ചില വിഷയങ്ങളിലെ ആഹാരം പോലും പപ്പയ്ക്ക് ഇഷ്ടമില്ല. മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ പപ്പ വരെ എനിക്ക് ഒരു പുതുജീവൻ വന്നെന്ന് പറയും. അങ്ങനെയാണ് പപ്പ. അത്രയും ടയേർഡാ ഇരുന്നാലും പപ്പ പറയും മിനിസ്ട്രി ആണ്, ഒരു പ്രീച്ചിങ് ആണെന്ന് പറഞ്ഞാൽ എനിക്ക് പുതിയ ജീവൻ വന്നത്. ദ തിങ് വാട്ട് ഇസ് ദൈവത്തോട് ഇരിക്കக்கூடிய ഒരു അറ്റാച്ച്മെന്റ് കൊണ്ട് മാത്രമാണ്. ദൈവത്തോട് എത്രത്തോളം സ്നേഹത്തോടെ ഇരിക്കുന്ന, ഇപ്പൊ നമ്മളുടെ ഒരു ഫ്രണ്ട്, ഏറ്റവും വലിയൊരു ഫ്രണ്ട് നമ്മൾ വിളിക്കുന്നുണ്ടെങ്കിൽ എത്ര ടയേർഡായിരുന്നാലും നമ്മൾ ആ കോൾ അറ്റൻഡ് ചെയ്യുമല്ലോ. അതുപോലെയാണ് നമുക്കും ദൈവത്തിന് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ദൈവവേല എന്ന് പറയുന്നത് അതാണ് നമുക്ക് ഏറ്റവും വലിയൊരു പ്രയോറിറ്റി ആയിട്ടേ നമുക്ക് തോന്നുകയുള്ളൂ. സോ അങ്ങനെ പപ്പയുടെ ലൈഫിൽ ഞങ്ങൾ അതാണ് കൂടുതലായിട്ട് ഞങ്ങൾ കണ്ടത്. സോ അങ്ങനെ നമ്മൾ കണ്ടു വളർന്നത് കൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ വി സബ്മിറ്റഡ് എവറിത്തിങ് ടു ഗാഡ്. ഞങ്ങൾ അങ്ങനെ ദൈവത്തിന്റെ അടുത്ത് സബ്മിറ്റ് ചെയ്യും. ദൈവം ഏതാണ് ദൈവം ഇഷ്ടം പോലെ ഞങ്ങളെ നടത്തിയാൽ മതിയെന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തു. ദൈവം ഞങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, ദൈവം എന്താണ് ഈ ദേശത്തിൽ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ടോ ആ കാര്യങ്ങളൊക്കെ ആ ഒരു തൊയ്വില്ലാതെ, ഒരു ബ്രേക്ക് ഇല്ലാതെ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് നടന്നു പോകണം എന്നുള്ള ഒരു ആഗ്രഹമാണ് ഞങ്ങൾക്ക് ഉള്ളത്. എന്റെ ഒരു ചെറിയ ഒരു ചിന്ത എന്താന്ന് വെച്ചാല്, നമ്മളുടെ ഫ്ലഷ് ചെറുതായിരിക്കണം, സ്പിരിച്വൽ വലുതായിരിക്കണം. എപ്പം ഫ്ലഷ് വലുതാകുന്നുണ്ടോ സ്പിരിച്വൽ അത് ഷോർട്ടായിട്ട് മാറും. സോ ഈ ഒരു കോൺസെപ്റ്റ് നമ്മളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ വി വിൽ ബി ദ സക്സസ്. നമ്മളുടെ മേളില് കൂടുതലായിട്ട് ആധിക്യം ചെയ്യേണ്ടത് പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവിന്റെ ആധിക്യം ഉണ്ടെങ്കിൽ വേൾഡ്ലി തിങ് എവറിത്തിങ് വിൽ ബി സബ്സൈഡ്. എല്ലാം ചുരുങ്ങിപ്പോവും. ആവശ്യത്തിന് വേണം, പക്ഷെ നമ്മൾ വേൾഡ്ലി ആയിട്ട് ഓവറായിട്ട് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ സ്പിരിച്വൽ ആയിട്ട് നമുക്ക് മുന്നേറി കടന്നു പോകാൻ പറ്റത്തില്ല. സോ ഈ വിഷൻ ദൈവം ഞാൻ മിനിസ്ട്രി ഫീൽഡിന്റെ അകത്ത് വന്നപ്പം ദൈവം എനിക്ക് ഈ വിഷൻ തന്നു. നമ്മൾ ഈ രണ്ട് സർക്കിളായിട്ട്, ഒരു സർക്കിളിന്റെ അകത്ത് വേറൊരു സർക്കിൾ. അപ്പം ഏതാണ് നിന്റെ സ്പിരിച്വൽ ലൈഫ്? വെളിയിലിരിക്കുന്ന സർക്കിളാണോ അകത്തിരിക്കുന്ന സർക്കിളാണോ? വെളിയിലിരിക്കുന്ന സർക്കിൾ ആണെങ്കിൽ നിനക്ക് വേൾഡിനെ അടക്കി ജീവിക്കാൻ കഴിയും. യു ക്യാൻ ഓവർകം ദ വേൾഡ്. ഇഫ് വേൾഡ് നിനക്ക് മുകളിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ സ്പിരിച്വൽ ലൈഫിൽ നിനക്ക് മുന്നേറി പോകാൻ പറ്റത്തില്ല എന്ന് ദൈവമായിട്ടേ എൻ്റെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. സോ അത് ഞാൻ എൻ്റെ മൈൻഡിൽ ഫോക്കസ് ചെയ്ത് എനിക്ക് എപ്പോഴും യേശുവാണ്, യേശുവിന്റെ കാര്യമാണ്, ആ മിനിസ്ട്രിയുടെ കാര്യങ്ങളാണ് എന്നുള്ളൊരു ചിന്തയിൽ പോകുന്നത് കൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് പറയാം,
എന്റെ ജീവിതം ഇപ്പൊ ഞാൻ സാക്ഷിയായിട്ട് നിൽക്കുന്ന ദൈവത്തിന്റെ വലിയൊരു അത്ഭുതമാണ്. റീസെന്റ് ആയിട്ട് ഈ ജനുവരി 5-ാം തീയതി ഒരു വിഗ്രസ് ആയ ഒരു വോമിറ്റ്, വോമിറ്റ് എന്ന് പറഞ്ഞാല് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു വോമിറ്റ് ആയിരുന്നു, ഒരു ഫുഡ് പോയ്സൺ ആയിട്ട്. അങ്ങനെ വോമിറ്റ് വന്നതും എന്റെ രണ്ട് കണ്ണും ബ്ലറായി, രണ്ട് കണ്ണും ബ്ലറായി. എനിക്ക് രണ്ട് കണ്ണും കാഴ്ചയില്ലാതായി പോയി. ഞാൻ പിള്ളേരുടെ അടുത്ത് പറഞ്ഞു, മോനെ എന്നെ കൊണ്ടുവന്ന് ഇരുത്താൻ പറഞ്ഞു. അങ്ങനെ പിള്ളേർ എന്നെ കൊണ്ടുവന്ന് ഇരുത്തിയ ശേഷം ഞാൻ കുറച്ചു നേരം കണ്ണങ്ങ് പൊത്തി പിടിച്ചിരുന്നിട്ട് കുറച്ച് നോക്കിയപ്പം സ്ട്രെയിറ്റ് വിഷൻ മാത്രമേ എനിക്ക് കാണാൻ പറ്റിയുള്ളൂ. സൈഡ് വിഷൻസ് എനിക്ക് കാണാൻ പറ്റിയില്ല. ഞാന് എന്റെ പ്രായം 36 വയസ്സായതേ ഉള്ളൂ. ഞാൻ അങ്ങ് ആകെപ്പാടെ അങ്ങ് തളർന്നു പോയി. സ്ട്രെയിറ്റ് വിഷൻ മാത്രമേ എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ. ഞാൻ പിന്നെ മനസ്സിൽ വിചാരിച്ച, ഞാൻ ഒത്തിരി വിഗറസ് ആയിട്ട് ഫോഴ്സ്ഫുൾ ആയിട്ട് വോമിറ്റ് എടുത്തത് കൊണ്ട് എന്റെ കാഴ്ചക്ക് ഏതോ കുഴപ്പമായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് കിടന്നു. ദൈവമേ, രാവിലെ എണീക്കുമ്പോ എന്റെ കണ്ണുകൾ ശരിയായിക്കൊള്ളണമെന്ന്. അങ്ങനെ കിടന്ന് എണീറ്റപ്പോ ഒരു കണ്ണ് എനിക്ക് ക്ലിയർ ആയി, പക്ഷെ മറ്റൊരു കണ്ണ് എന്റെ ക്ലിയർ ആയില്ല. അപ്പൊ കണ്ണിന്റെ പ്രശ്നമാന്ന് പറഞ്ഞ് ഞാൻ ഹോസ്പിറ്റലിൽ പോയി, ലോക്കലിലെ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പോൾ അവര് പറഞ്ഞു നരമ്പിന്റെ പ്രശ്നമായിരിക്കും, നിങ്ങൾ മധുരയിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ മധുരയിൽ പോയി. അവിടെ അരവിന്ദ് ഹോസ്പിറ്റൽ എന്ന് പറയും, തമിഴ്നാട്ടിൽ കണ്ണിന് ഏറ്റവും സ്പെഷ്യലായ ഹോസ്പിറ്റലാണ്. അവിടെ പോയി കാണിച്ചപ്പോൾ അവര് പറഞ്ഞ് എല്ലാ ടെസ്റ്റ് എടുത്തിട്ട് പറഞ്ഞ് MRI എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ MRI എടുത്തപ്പം അവര് പറഞ്ഞു എനിക്ക് യങ് സ്ട്രോക്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ കയ്യും കാലും ഒരു പാരലൈസ് ആകുന്നതാണ് നമ്മൾ യഥാർത്ഥമായിട്ട് ചിന്തിക്കുന്നത്. അപ്പൊ യങ് സ്ട്രോക്ക് എന്ന് പറഞ്ഞത് എനിക്ക് വളരെ ഒരു വിഷമമായിരുന്നു. എന്ന് വെച്ചാല് കണ്ണിനാണ് വന്നിരിക്കുന്നത്. നമ്മൾ ശരീരത്തിൽ ഏത് ഭാഗത്തിനായാലും കുഴപ്പമില്ല, കണ്ണ് ഏറ്റവും വലിയൊരു നെസസറി ആയ ഒരു ഓർഗൻ ആണ്. അപ്പം അവര് പറഞ്ഞ് ന്യൂറോളജിസ്റ്റ് റെഫർ ചെയ്തു. ന്യൂറോളജിസ്റ്റ് കണ്ടപ്പോൾ അവര് പറഞ്ഞു ഇറ്റ് വിൽ കോസ്റ്റ് amount കൂടുതലാകും എന്നൊക്കെ പറഞ്ഞു. അപ്പം മമ്മി പറഞ്ഞ് CMC-യിൽ നമുക്ക് അറിയുന്ന ഡോക്ടേഴ്സ് ഉണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാന്ന് പറഞ്ഞ്. അങ്ങനെ നമ്മളുടെ CMC-യിലുള്ള ഡോക്ടർ ഞങ്ങളെ വിളിച്ചായിരുന്നു, വരണമെന്ന് പറഞ്ഞ് വിളിച്ചു. ഞാൻ എന്റെ റിപ്പോർട്ട് അയച്ചത് കൊണ്ട് അവരും വരണമെന്ന് വിളിച്ചു. അപ്പം അങ്ങനെ മമ്മിയും പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരുമായിട്ട് അങ്ങ് പോയി, CMC-യിലോട്ട് പോയി. CMC-യിൽ പോയപ്പോ അവിടെ അവര് എല്ലാ ടെസ്റ്റും എടുത്ത്, MRI എടുത്ത്, CT എടുത്ത്, എക്കോ എടുത്ത്, ECG എടുത്ത്, എന്തൊക്കെ ടെസ്റ്റ്, ലംബാർ പഞ്ചർ ചെയ്ത്, CSF ഫ്ലൂയിഡ് എടുത്ത്, എല്ലാ ടെസ്റ്റും എടുത്തിട്ട് എനിക്ക് ഒരു ടെസ്റ്റിൽ പോലും എനിക്ക് സ്ട്രോക്ക് വന്നതിന്റെ റീസൺ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. എല്ലാം നോർമലാണ്. എന്നിട്ട് ഫൈനലി അവർ പറഞ്ഞു നിങ്ങൾക്ക് ഹാർട്ടിൽ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഹാർട്ടിൽ ചെക്ക് ചെയ്യുമ്പോൾ എന്റെ മനസ്സിൽ, ഞാൻ ചെറുതിലിരുന്നേ ഹാർട്ടിൽ എനിക്ക് ഒരു ഡിസ്റ്റർബൻസ് ഞാൻ ഫീൽ ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ, നോ പ്രോബ്ലം ആയിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഹാർട്ടിൽ അവർ ടെസ്റ്റ് ചെയ്തിട്ട് അവർ പറഞ്ഞ് എനിക്ക് ഹാർട്ടിൽ ചെറിയ ഹോൾ ഉണ്ടെന്ന് പറഞ്ഞു, ചെറിയ ഹോൾ. അപ്പം എന്നിട്ട് അവർ പറഞ്ഞു ഉടൻ തന്നെ പ്രൊസീജിയർ ചെയ്യണമെന്ന് പറഞ്ഞു, 1.5 ലക്ഷം അടയ്ക്കാൻ പറഞ്ഞു. അപ്പം മമ്മി വേറൊരു മീറ്റിംഗ് റിലേറ്റഡ് ആയിട്ട് കേരളത്തിൽ പോയിട്ട് മമ്മി നാട്ടില് രാമേശ്വരം വന്നു. എന്റെ കൂടെ ഉണ്ടായിരുന്നത് എന്റെ ചേച്ചിയും പിന്നെ എന്റെ ഭർത്താവും ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാരും, എന്റെ ഭർത്താവിന്റെ ഫാമിലിയും ഒത്തിരി വിഷമിച്ചു. എന്റെ വീട്ടിലെ മമ്മിയും എല്ലാരും, ചേച്ചിമാർ എല്ലാരും എല്ലാരും ഭയങ്കര വിഷമത്തിലായിരുന്നു. അപ്പം എനിക്ക് ആൾറെഡി 11 ഡേയ്സ് ഞാൻ ഹോസ്പിറ്റലിലായിരുന്നുകൊണ്ട് ഒത്തിരി സിക്കായി പോയി. പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ, ഞാൻ ഇത്രയും 36 വർഷം വരേക്കും ഞാൻ ജീവിച്ചിരുന്ന് എന്റെ ഹാർട്ടിൽ ഓട്ടം ഉണ്ടായിരുന്നു. മുമ്പേ എനിക്ക് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് എനിക്ക് അറിയാമായിരുന്നു. എനിക്ക് ഒരു ഡിസ്റ്റർബൻസ് ഞാൻ ഇതുവരെ ഫെൽറ്റ് ചെയ്തിട്ടില്ല. ഈ ട്രീറ്റ്മെന്റ് വന്ന ശേഷം എനിക്ക് ഓട്ടം ഉള്ളത് അറിയാനും പറ്റി. അപ്പം എന്താ ചെയ്യാന്ന് ഭയങ്കര ഒരു ക്വസ്റ്റ്യനബിൾ ആയിരുന്നു. അവര് ഞങ്ങളുടെ അടുത്ത് സൈൻ വാങ്ങിക്കുകയും ചെയ്തു. നാളെ പ്രൊസീജിയർ എന്ന് പറഞ്ഞ് എനിക്ക് സൈൻ വാങ്ങിക്കുകയും ചെയ്തു. ഞാൻ സൈൻ ഇട്ട് എന്റെ പാസ്റ്ററും അവര് സൈൻ ഇടാൻ അവർക്ക് ഭയങ്കര വിഷമമാണ്. ഒരു പ്രൊസീജിയർ ചെയ്യാന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ഒരു സങ്കടമായിട്ട് അവര് കുറെ നേരം കഴിഞ്ഞിട്ടാണ് അവർ സൈൻ ഇട്ടത്. അവർ സൈൻ ഇടത്തില്ല എന്ന് പറഞ്ഞു. അവർ പറഞ്ഞ് ഇട്ടാലേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഫൈനലി വി ഡിസൈഡഡ്, നമ്മൾ ഈ പ്രൊസീജിയർ ചെയ്യാം എന്നൊക്കെ ഡിസൈഡ് ചെയ്തു. എല്ലാ പ്രോസസ് ആയപ്പം ഒരു ദൂതനെ പോലെ ഒരു ഡോക്ടർ വന്നിട്ട് പറഞ്ഞ് നിങ്ങൾ വന്നത് കണ്ണിനും സ്ട്രോക്കിന്റെ റിലേറ്റഡ് ആയിട്ടാണ് വന്നത്. നിങ്ങൾ ഹാർട്ടിന് ഇപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾ ജനിച്ച് തൊട്ടേ ഈ പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടായിരുന്നിരിക്കുന്നത്, അത് നമുക്ക് പിന്നെ നോക്കിക്കൊള്ളാം, ഇപ്പൊ ഈ പ്രൊസീജിയർ ചെയ്യേണ്ടെന്ന് പറഞ്ഞ് അവരങ്ങ് ക്യാൻസൽ ചെയ്യിപ്പിച്ചു. റിയലി ഐ വിൽ സേ ദാറ്റ് ഇസ് ദ വർക്ക് ഓഫ് ഏഞ്ചൽ ആണ്.
ബിക്കോസ് എത്ര പ്രഷറായിരുന്നു എന്നറിയോ പാസ്റ്റർ, ഭയങ്കര പ്രഷറായിരുന്നു ഞങ്ങള്. അപ്പം അത്രയും ഞാൻ ആ ദൈവത്തിന്റെ അടുത്ത് ചോദിച്ചു, അപ്പാ ഞാൻ എത്രത്തോളം ദൈവവേലയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പം ഈ ഓരോ കാര്യങ്ങൾ ഞങ്ങൾ കടന്നു പോകുന്നത്, റിയലി ഐ വാസ് ടെല്ലിങ് യു, ഐ റിമെമ്പർ മൈ ഫാദർ. ഞാൻ യേശപ്പന്റെ അടുത്ത് ഒരു കാര്യമേ ചോദിച്ചുള്ളൂ. ഞാൻ എത്രയോ പപ്പയുടെ കൂടെ ഇരുന്ന് ഞാൻ പപ്പയുടെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിയതില്ല, ഒന്ന് റിമൈൻ ചെയ്ത് നോക്കണം, എനിക്ക് ആ ജീവൻ എനിക്ക് തിരിച്ചു തരണം. ഞാൻ പപ്പയ്ക്ക് ഞാൻ ചെയ്ത ഒരു ഉപഹാരത്തിന് വേണ്ടിയിട്ടെങ്കിലും യേശപ്പ എനിക്ക് ഒരു ലൈഫ് എനിക്ക് തിരിച്ചു തരണമെന്ന് ഞാൻ തീർച്ചയായിട്ടും ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ പാസ്റ്ററെ അന്ന് വൈകിട്ട് പാസ്റ്റർ അവര് വന്ന് പറഞ്ഞ്, നിങ്ങൾക്ക് ആവശ്യമില്ല, നിങ്ങൾ ഡിസ്ചാർജ് വാങ്ങിക്കോളാൻ പറഞ്ഞു. അപ്പം റിയലി ആ സമയം ദൈവദൂതനാണ് ഇറങ്ങി വന്നത്. അങ്ങനെ ഞാൻ ഇത് മെഡിക്കേഷനിലാണ് ഉള്ളത്. 1 month ആയി റിക്കവർ. ഫുള്ളി എന്റെ കണ്ണിന് വിഷൻ വന്നിട്ടില്ല. എനിക്ക് ഡയറക്റ്റ് ആയിട്ട് കാണാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് സ്പെക്സ് ഇട്ടിരിക്കുന്നത്. കാണുമ്പോ എന്റെ കണ്ണിന് ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പം ഈ സൈഡ് വിഷൻ എനിക്ക് സൈഡ് അക്കോമഡേഷൻസ് ഇല്ല. അപ്പം ഇരുന്നാലും ദൈവവേല എന്നുള്ളതുകൊണ്ട് ഞാൻ പാസ്റ്റർ ആൾറെഡി ഡേറ്റ് തന്നതുകൊണ്ട് എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല. ഇപ്പോഴാണ് ഐ ജസ്റ്റ് റെക്കോർഡ് ഫ്രം ദാറ്റ്. സോ അത് ദൈവവേല ആയതുകൊണ്ട് നമ്മൾ എത്ര കഷ്ടമായാലും ബുദ്ധിമുട്ടായാലും ദൈവത്തിന് കൊടുക്കേണ്ട സമയം നമ്മൾ കൊടുക്കണം എന്നുള്ളൊരു ചിന്തയോടാണ് ഞാൻ ഒന്ന് ഇവിടെ വന്ന് കൊടുക്കാൻ ഇടയായത്. സോ ദ തിങ് ഈസ്, എവറിത്തിങ്ങിന്റെ മേളിൽ എന്താണെന്നറിയോ, പ്രയോറിറ്റി. സോ എങ്ങനെ പപ്പയും മമ്മിയും എത്ര സിക്കായാലും എത്ര വയ്യാതിരുന്നാലും യേശപ്പന് വേണ്ടിയിട്ട് ഓടും. പപ്പയ്ക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന മുമ്പ് ഞങ്ങൾ ഒരു മിനിസ്ട്രി കഴിഞ്ഞിട്ടാണ് ആൻജിയോപ്ലാസ്റ്റിന് പോയത്, റെസ്റ്റ് എടുത്തിട്ടല്ല പോയത്. പപ്പേനെയും കൂട്ടിക്കൊണ്ട് പോയി ഒരു മിനിസ്ട്രിയിൽ പോയി ഒരു കൺവെൻഷനിൽ സംസാരിച്ച ശേഷമാണ് പപ്പേനെ കൂട്ടിയിട്ട് വന്ന് ആൻജിയോപ്ലാസ്റ്റി ചെയ്തത്. സോ ദാറ്റ് മച്ച് ഹി ഈസ് ഗിവിംഗ് പ്രയോറിറ്റി ടു ഗാഡ്. എത്രത്തോളം ദൈവത്തിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെയ്യണം എന്നാണ് പപ്പയ്ക്കുള്ള ഒരു സീലായിരുന്നു. സോ അങ്ങനെ ദൈവം ഞങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത് അങ്ങനെ ഞങ്ങൾ അതിന്റെ പാതയിൽ വന്നതുകൊണ്ട് ഞങ്ങളുടെ ശരീരവും ഞങ്ങളുടെ കാര്യങ്ങളല്ല, എത്രത്തോളം ദൈവത്തിന് വേണ്ടിയിട്ട് ഓടാൻ പറ്റുമോ, ദൈവത്തിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമ്മളും ചെയ്യണം എന്നുള്ള ഒരു ചിന്തയായിട്ടാണ് ദൈവം ഞങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സോ അതാണ് ഞാൻ പറയാൻ വന്നത്. എത്രത്തോളം വി ആർ ഗിവിംഗ് പ്രയോറിറ്റി ടു ഗാഡ്, ഹി വിൽ ഗിവ് പ്രയോറിറ്റി ടു അസ്. നമ്മൾ പ്രയോറിറ്റി കൊടുത്താൽ ദൈവം നമുക്ക് പ്രയോറിറ്റി കൊടുക്കുള്ളൂ. നമ്മൾ വിചാരിക്കുന്നത് ദൈവം എനിക്ക് പ്രയോറിറ്റി കൊടുക്കണം, എന്നെ തിരിഞ്ഞു നോക്കണം, എനിക്ക് എന്റെ കാര്യം ദൈവം ശരിയാക്കി തരണം എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം ദൈവത്തോടുള്ള റിലേഷൻഷിപ്പിൽ കറക്റ്റായി ഇരിക്കുന്നോ, ഹി വിൽ ടേൺ ഓവർ അസ് ആൻഡ് ഹി വിൽ സീ അസ്. അതാണ് യഥാർത്ഥമായത്. എങ്ങനെ അബ്രഹാം ഒരു വിഷയം നടക്കാൻ പോകുന്നു, ലോത്തിന്റെ ആ സ്ഥലത്തിൽ നടക്കാൻ പോകുന്നത് ദൈവം അറിഞ്ഞ് എന്തുകൊണ്ട് അബ്രഹാമിന്റെ അടുത്ത് പറഞ്ഞത്, അബ്രഹാമും ദൈവം അത്രയും ക്ലോസ് ആയിരുന്നു, എന്റെ ഫ്രണ്ടിന്റെ അടുത്ത് ഞാൻ എങ്ങനെ പറയാതിരിക്കുമെന്നാണ് ദൈവം ചോദിച്ചത്. അങ്ങനെ നമ്മളും ദൈവവും അത്രയും ക്ലോസിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിട്ട് നമ്മൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ആഗ്രഹങ്ങളല്ല ദൈവത്തിന്റെ ആഗ്രഹങ്ങളെ നമ്മളുടെ ചിന്തയായിട്ട് മാറ്റി അവന്റെ ഇഷ്ടത്തെ നമ്മളുടെ ലൈഫിൽ ഫുൾഫിൽ ചെയ്യാൻ ദൈവം തീർച്ചയായിട്ടും നമ്മളെ നടത്തും എന്നതിൽ ഏതൊരു സംശയവും ഇല്ല. അങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതത്തെ ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സോ ഇത്രത്തോളം സമയം അരോമ ടിവിയിൽ പ്രേക്ഷകരോട് സംസാരിക്കുവാൻ ദൈവം എനിക്കൊരു സമയം നൽകി തന്നു. അതിന്റെ കൂടെ തന്നെ പാസ്റ്റർ ഡാനിയൽ ജോൺ പാസ്റ്ററും ഇതിനെ ഞങ്ങൾക്കൊരു സമയം വേർതിരിച്ച് തന്നതുകൊണ്ട് ഞാൻ ദൈവത്തിനും പിന്നെ അരോമ ടിവിനും പാസ്റ്ററിനും എന്റെ വാക്കുകൾ കേട്ട് ഓരോ പ്രേക്ഷകർക്കും ഞാൻ നന്ദി പറഞ്ഞുകൊള്ളുന്നു. എനിക്ക് പറയാനുള്ള ഒരു വാക്യമേ ഉള്ളൂ. ഏശയ്യാ 45:2, നിങ്ങളുടെ മുമ്പ് ദൈവം ദൂതനെ അയച്ച് കോണലാണ് വഴികളെല്ലാം സെവ്വയാക്കി. ഈ വർഷങ്ങളിൽ ഏതൊക്കെ വാഗ്ദത്തങ്ങൾ അടഞ്ഞു കിടക്കുന്നോ അതെല്ലാം ദൈവം തുറന്ന് നിങ്ങളുടെ ആവശ്യങ്ങളെ നിവൃത്തിയാക്കി തരും. ആമേൻ, 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 ആമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സാക്ഷ്യം. അനുഗ്രഹീതനായ അല്ലെങ്കിൽ നിത്യതയിൽ വിശ്രമിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ എം പൗലോസ് അവറുകൾ ദൈവം അബ്രഹാമിനെ വിളിച്ച് വേർതിരിച്ച് ഒരു ശുശ്രൂഷയ്ക്ക് നിയോഗിച്ചയച്ചതുപോലെ എങ്ങോട്ടൊന്നില്ലാതെ യാത്ര തിരിച്ചു രാമേശ്വരത്ത് എത്തി. അവിടെയുള്ളതായ നശിച്ചു പോകുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ട് തൻ്റെ ആയുസ്സും തൻ്റെ ജീവിതത്തിൻ്റെ ഏറിയ പങ്കും അവിടെ ചിലവഴിച്ച് അവിടെ ഒരു
ശുശ്രൂഷ ആരംഭിക്കുവാൻ, അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വിശാലത വരുത്തുവാൻ അദ്ദേഹം ഒറ്റയ്ക്കല്ല, അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളിയും കുഞ്ഞുങ്ങളും അതുപോലെ അദ്ദേഹത്തോട് ചേർന്ന് നിന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ചേർത്ത് നിർത്തി വലിയ ഒരു സംരംഭമായി, ഒരു പ്രവർത്തന മേഖലയ്ക്ക് ഒരു വിശാലതയായി അനേക ദൈവസഭകൾ ആ ദേശത്ത് ഉടലെടുക്കത്തക്കവണ്ണം, അനേക പ്രിയപ്പെട്ടവരെ കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടെത്തക്കവണ്ണം, അതുപോലെ ജീവന്റെ പുസ്തകത്തിൽ ഒരുപാട് പേരുടെ പേര് എഴുതത്തക്കവണ്ണം കർത്താവിന്റെ ദാസൻ വില കൊടുക്കുവാനിടയായി തീർന്നു. താൻ പ്രിയം വെച്ച കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടു. എങ്കിലും അവിടെയുള്ള പ്രവർത്തനം നിന്നുപോയില്ല. തൻ്റെ കുടുംബം, മക്കൾ, പ്രിയപ്പെട്ടവർ ചേർന്ന് നേരത്തേക്കാൾ വിശാലമായ നിലയിൽ അവരുടെ കാഴ്ചപ്പാടുകൾ, അവരുടെ വിഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് പ്രവർത്തനത്തിൽ സജ്ജരായിരിക്കുന്നു എന്നറിയുവാനിടയായി തീർന്നു. അതോർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അത് മാത്രമല്ല, കുഞ്ഞുനാൾ മുതൽ തന്നെ ആ മാതാപിതാക്കന്മാർ ചെയ്യുന്നതായ ശുശ്രൂഷകളെ കണ്ടു വളർന്ന്, അല്ലെ ആ ഒരു ട്രെയിനിങ് ലഭിച്ച മക്കൾ എല്ലാവരും അതേ പാത പിന്തുടരുന്നു എന്നറിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. കർത്താവിന്റെ ദാസി സാറാ സിസ്റ്റർ ആ ബാല്യം മുതൽ തൻ്റെ ഓർമ്മകൾ, തൻ്റെ നല്ല ആ ഓർമ്മകൾ, എനിക്കറിയാം അവിടെ ജനിച്ചു വളർന്ന ഒരു വ്യക്തി എന്ന നിലയിൽ മലയാളം പറയുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. എങ്കിൽ പോലും ഇത്രത്തോളം സമയം തെറ്റുകൂടാതെ വളരെ ഭംഗിയായിട്ട് നന്നായി ആ ടെസ്റ്റ് മണി പറയുവാൻ ദൈവം സഹായിച്ചു. കർത്താവിന്റെ ദാസിയെ ദൈവം പിന്നെ ശക്തമായി ഉപയോഗിക്കട്ടെ. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മിനിസ്ട്രി, അതുപോലെ സ്കൂളിന്റെ പ്രവർത്തനങ്ങള്, മറ്റ് എല്ലാ ആക്ടിവിറ്റീസും വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ സമൂഹത്തിനും ദൈവരാജ്യത്തിനും ഉതകത്തക്കവണ്ണം ഭംഗിയായി ചെയ്യുവാൻ, അതിന് നേതൃത്വം കൊടുക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. അതുപോലെ തന്നെ ശരീരത്തിന്റെ എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളും മാറി പരിപൂർണമായ സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ ആയിരിക്കാൻ കർത്താവ് കൃപ ചെയ്യട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒക്കെ അരോമ ടിവിയിലെ പ്രേക്ഷകരോട് ഞങ്ങൾക്ക് വളരെ നന്ദിയുണ്ട്. നിങ്ങൾ ഇത്രത്തോളം സമയം ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരുന്നു. നിങ്ങൾക്ക് ആമേൻ ഈ സാക്ഷ്യം അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആമേൻ. നിങ്ങളുടെ വിഷയങ്ങൾ എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കൂ, നമ്മുടെ ഹൃദയങ്ങളെ ദൈവസ്നേഹാഗ്രമാക്കൂ. യേശു നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ വിഷയത്തിൽ, നിങ്ങളുടെ ആവശ്യങ്ങളുമായി ആമേന് അതിൽ പരിഹാരം തരുവാൻ തക്കവണ്ണം കർത്താവ് നമ്മുടെ ഭവനത്തിലുണ്ട് എന്നുള്ളതായ ഒരു പൂർണ്ണ വിശ്വാസത്തോടുകൂടി ആമേൻ ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നാം ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ അരോമ ടിവിയിലെ പ്രേക്ഷകർക്ക് വേണ്ടി കർത്താവിന്റെ ദാസി സാറാ സിസ്റ്റർ ആമേൻ ഈ സമയം പ്രാർത്ഥിക്കും. സ്തോത്രം, 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 സ്തോത്രം. സ്തോത്രിക്കുന്ന പിതാവേ, അങ്ങയുടെ സമൂഹത്തിൽ ഞങ്ങൾ കടന്നു വരികയാണപ്പാ. ഇന്ന് ഈ നല്ല പകൽ സമയത്തില് അരോമ ടിവിയിൽ സംസാരിക്കുവാൻ ദൈവം ഇടയാക്കി തന്ന നല്ലൊരു അവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവമേ, എത്ര പേര് ഇത് കേൾക്കുന്നുണ്ടോ, കേൾക്കുന്നവരുടെ ഹൃദയത്തിന്റെ അകത്ത് ഒരു തീരുമാനം എടുക്കുവാനും ദൈവത്തോട് അടുക്കുവാനും ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാനും ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർ ഏതൊക്കെ ആവശ്യങ്ങളോട് ദൈവത്തിന്റെ സമൂഹത്തിൽ വന്ന് നിൽക്കുന്നുവോ ആ ആവശ്യങ്ങളുടെ മധ്യയിൽ ദൈവം അവർക്ക് ഇറങ്ങി പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നെടുനാളായിട്ട് കാത്തിരിക്കുന്ന വിഷയങ്ങൾ അവരുടെ ഹൃദയത്തെ അപ്പ ക്ഷീണിപ്പിച്ചിരിക്കുമെന്ന് വചനത്തിൽ പറയുന്നത് പോലെ അപ്പ ഏതൊക്കെ വിഷയത്തിൽ അവരുടെ മനസ്സ് ക്ഷീണിച്ചിരിക്കുന്നുവോ അതിന്റെ മത്തിയിൽ ദൈവത്തിന്റെ കരം ഇറങ്ങി വരണമേന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളെ കുറിച്ച് ഭാരപ്പെടുന്ന ദൈവമേ, മാതാപിതാക്കളെ അങ്ങയുടെ സമൂഹത്തിൽ ഞങ്ങൾ തരുന്നു. ദൈവത്തിന്റെ കരം ആ മാതാപിതാക്കളുടെ മേൽ, മക്കളുടെ മേൽ, കുടുംബത്തിന്റെ മേൽ ഇറങ്ങണമേന്ന് പ്രാർത്ഥിക്കുന്നു. വ്യാധിയസ്ഥരായി ഇരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളുടെ മേൽ ദൈവത്തിന്റെ കരം ഇറങ്ങണമേന്ന് പ്രാർത്ഥിക്കുന്നു. ഏതൊക്കെ വ്യാധിയിലായിട്ടാണ് അവർ ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുവോ ദൈവത്തിന്റെ കരം അവരുടെ ദൈവമേ ക്ഷീണമുള്ള സ്ഥലങ്ങളിൽ ദൈവത്തിന്റെ കരം ഇറങ്ങി വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയാൽ അസാധ്യമായ കാര്യങ്ങൾ ഒന്നുമില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അയ്യ ദൈവമേ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആരൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ, ദൈവ വേലയിലായിരിക്കുന്നു, വേദിയിലായിരിക്കുന്നു, അവരുടെ ജീവിതങ്ങളിൽ ഇനിയും ദൈവമേ അപ്ലോഡായിട്ട്, ഇനിയും ദൈവമേ അപ്ഡേറ്റ് ആയിട്ട് അനേക കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടിയിട്ട് ചെയ്യുവാൻ തക്കവണ്ണം ദൈവം അവർക്ക് ഇടയാക്കി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തോട് ഇരിക്കുന്ന റിലേഷൻഷിപ്പ് കൂടുതലായിട്ട് ദൈവമേ അവര്
ബന്ധം വെക്കുവാൻ ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദേശത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളെയും ദൈവമേ അങ്ങയുടെ സമൂഹത്തിൽ ഞങ്ങൾ ദൈവ മക്കള്, ദൈവ രക്തക്കോട്ടുകൾ ഓരോ വ്യക്തി ജീവിതങ്ങളെ മറച്ച് കാത്തു സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഈ വചനം കേട്ട്, ഈ വാക്കുകൾ കേട്ട് ഓരോ വ്യക്തി ജീവിതങ്ങളെ ദൈവം അനുഗ്രഹിക്കണമേ. അരോമ TV അനുഗ്രഹിക്കണമേ. ഇനി അനേക ആയിരങ്ങൾക്ക്, ലക്ഷങ്ങൾക്ക് പ്രയോജനമുള്ളതായിട്ട് ദൈവം മാറ്റണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ താഴ്ത്തുന്ന ദൈവ സമൂഹത്തിന് തരുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ, 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 ആമേൻ. താങ്ക് യു കർത്താവിന്റെ ആശി സിസ്റ്റർ സാറ സിസ്റ്റർ. ഇത്രത്തോളം സമയം അരോമ TVയിലെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹീതമായ ജീവിതാനുഭവവും സാക്ഷ്യവും വചനചിന്തകളും പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് കർത്താവിന്റെ ദാസികളുടേതായ നന്ദി, സ്നേഹം അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരുന്ന മാന്യ ശ്രോതാക്കളുടേതായ നന്ദിയും ആമേനെ പ്രത്യേകം അറിയിക്കുന്നു. നിങ്ങൾക്ക് ഈ ടെസ്റ്റ് മണി ആമേൻ അനുഗ്രഹമായി തോന്നുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കേൾക്കട്ടെ, അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമം പെടുവാനിടയായിത്തീരും. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങൾക്ക് വാട്സപ്പിൽ വോയിസ് മെസ്സേജ്, ടെക്സ്റ്റ് മെസ്സേജ് അയയ്ക്കുക. തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവുമായി വീണ്ടും നാം ഒരുമിച്ച് കാണുവരെയും എല്ലാവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.